നമസ്കാരം. നമ്മളിന്ന് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ് നോക്കാൻ പോണത്. ഒരു 6 to 7 വീഡിയോസിനുള്ളിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് മൊത്തം കവർ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഇതൊരു കോഴ്സ് എടുത്തും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അതായത് BEd പോലെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. UGC നെറ്റ് എക്സാം, അതേപോലെ EMRS, KVS എക്സാംസ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഉണ്ടാകുന്നത് മലയാളത്തിൽ. ഒരു 6 മുതൽ 7 വീഡിയോസിനുള്ളിൽ നമുക്കത് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് UGC നെറ്റിൻ്റെ അതേപോലെ KVS ഒക്കെ PYQ കൂടി ഇതിൻ്റെ ഒപ്പം ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ UGC നെറ്റിലായിക്കോട്ടെ, EMRS ആയിക്കോട്ടെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. UGC നെറ്റിൽ പേപ്പർ 1 എന്തായാലും ഒരു 6 ക്വസ്റ്റ്യൻസിലധികം ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. KVS-ലാണെച്ചാലും KVS ഒരു വിഷയം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡാണ്, അതേപോലെ EMRS ഒരു വിഷയം തന്നെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് 30 മാർക്കിൻ്റെ ഒക്കെ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. എന്നാൽ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? ഓക്കെ, അപ്പോൾ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് എന്താ? വാട്ട് ഈസ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്? എൻ്റെ ഡെഫിനേഷൻ ഒരു ഡെഫിനേഷൻ പറയുന്നത് ഇങ്ങനെയാണ്: ഡെവലപ്മെന്റ് ഓഫ് റിക്വയർഡ് എബിലിറ്റി ആൻഡ് സ്കിൽ സെറ്റ്സ് വിച്ച് ആർ എസെൻഷ്യൽ ടു ബി എ ഗുഡ് ടീച്ചർ. ഓക്കെ, എന്നുവെച്ചാൽ ഒരു നല്ല ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യേണ്ട റിക്വയർഡ് എബിലിറ്റി ആൻഡ് സ്കിൽ സെറ്റ്സ്, അതാണ് എന്ത് നമ്മൾ പഠിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്നത്. എന്നുവെച്ചാൽ ഒരു നല്ല ടീച്ചർ ആവാൻ വേണ്ടി നമുക്ക് വേണ്ട കാര്യങ്ങൾ, ഗുണങ്ങൾ, ഇതിനെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെ നന്നായിട്ട് പഠിപ്പിക്കാം, എങ്ങനെ ഒരു കുട്ടിയെ മനസ്സിലാക്കാം, എങ്ങനെ പരീക്ഷകൾ അസസ്മെന്റ് ചെയ്യാം, എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ എന്ത് പഠിക്കുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ പഠിക്കുന്നത്. അപ്പൊ ഒരു കോട്ട് ഉണ്ട് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. എന്താണത്? വെൻ വൺ ടീച്ചേഴ്സ് ടു ലേൺസ്, അതായത് ഒരാൾ പഠിപ്പിക്കുമ്പോൾ 2 പേരാണ് പഠിക്കുന്നത്. അതെങ്ങനെയാ? അതായത് ടീച്ചർ പഠിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യണം? ടീച്ചറും പഠിക്കണം, അല്ലേ? കുട്ടിയും പഠിക്കണം. അപ്പൊ ടീച്ചറും പഠിക്കുന്നുണ്ട്, കുട്ടിയും പഠിക്കുന്നുണ്ട്. വൺ ടീച്ചേഴ്സ് ടു ലേൺ. നമുക്ക് നോക്കാം. ഓക്കെ, ടീച്ചിങ് ഒരു 2 വേ പ്രോസസ് ആണെന്നാ പറയുന്നത്. ടീച്ചിങ് എങ്ങനെയാ ഒരു 2 വേ പ്രോസസ് ആവുന്നത്? എന്താ ഈ 2 വേ പ്രോസസ്? 2 വേ ഉണ്ടായിരിക്കും. ഏതൊക്കെ 2 വേ? ആദ്യത്തെ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇതിപ്പോ ഞാൻ പഠിക്കുകയാണ്. ഓക്കെ, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഇത് പല യൂട്യൂബ് വീഡിയോസും അതേപോലെ പേപ്പേഴ്സും ബുക്കൊക്കെ വായിച്ചിട്ട് ഇത് ആദ്യം പഠിക്കുന്നുണ്ട്. അതാണ് എന്ത് അതിലത്തെ ആദ്യത്തെ വേ, അതായത് ടീച്ചർ പഠിക്കുന്നത്, അല്ലേ? അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ, അല്ലെങ്കിൽ ഇത് പഠിപ്പിക്കുന്ന ആരാണോ അയാൾ പഠിക്കുന്നതാണ് എന്ത് ആദ്യത്തെ വേ. അതേപോലെ എന്താണ് രണ്ടാമത്തെ വേ? അയാൾ പഠിപ്പിച്ചിട്ട് കുട്ടി പഠിക്കുന്നത്, അല്ലേ? അപ്പൊ എന്താണ്? ടീച്ചർ പഠിക്കുമ്പോൾ ടീച്ചറുടെ മെമ്മറി എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ടീച്ചറുടെ നോളജ് ലെവൽ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അതേപോലെ ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ നോളജ് ലെവൽ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് എന്തുണ്ടാവുന്നത് ടീച്ചിങ്ങിൽ ഉണ്ടാവുന്നത്. 2 വേ പ്രോസസ് ആണ്. അതേപോലെ എന്താണ്? ടീച്ചർ പഠിക്കുമ്പോൾ ടീച്ചറുടെ നോളജ് എക്സ്പാൻഡ് ആവുന്നു, കുട്ടീനെ പഠിപ്പിക്കുമ്പോൾ കുട്ടിയുടെ നോളജും എക്സ്പാൻഡ് ആവുന്നു. അപ്പൊ ടീച്ചിങ്ങിൽ ശരിക്കും ടീച്ചറുടെ റോൾ എന്തായിട്ട് ആക്ട് ആവുന്നത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ടീച്ചറുടെ റോൾ ഒന്നുകിൽ ഗൈഡ് ആവാം, ഗൈഡൻസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാവാം, സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാവാം, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആവാം. ഓക്കെ, ഈ ഫെസിലിറ്റേറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ്. അത് നമ്മൾ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും പഠിക്കും. NCF-ലൊക്കെ 2005 നമ്മളുടെ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്കിന് 2005 ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നതാണ് ഈ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ടേം. അപ്പൊ നമ്മൾ എന്തായാലും അത് പഠിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി? ടീച്ചിങ് 2 വേ പ്രോസസ് ആണെന്ന് മനസ്സിലായി. അപ്പൊ അതേപോലെ ലേണിംഗ് എന്തായിരിക്കും? അപ്പോൾ 1 വേ പ്രോസസ് ആയിരിക്കും. എന്താ ഉണ്ടാവുന്നുള്ളൂ ഇവിടെ? കുട്ടി മാത്രമല്ലേ പഠിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ലേണിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അതെന്താ? ഒരു 1 വേ പ്രോസസ്സാ, അല്ലേ? ഓക്കെ, എന്താ മീനിങ് ഓഫ് ടീച്ചിങ്? ടീച്ചിങ് ഈസ് എ പ്രോസസ് ഓഫ് ഗൈഡിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ഗൈഡിങ്, ഫെസിലിറ്റേറ്റിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് ലേണിംഗ് so that students can acquire knowledge, skills, attitudes and values. ഇപ്പൊ ശ്രദ്ധിക്കുക, ഇപ്പൊ നമ്മൾ എവിടെയും എന്ത് പറഞ്ഞിട്ടില്ല? മാർക്കൊന്നും പറഞ്ഞിട്ടില്ല. നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, ഈ സാധനങ്ങളൊക്കെ ഒരു കുട്ടിക്ക് അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കുട്ടിയോടൊപ്പം ഒരു ഗൈഡ് ആയിട്ടോ ഫെസിലിറ്റേറ്റർ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സപ്പോർട്ടർ ആയിട്ടോ നിൽക്കുക എന്നുള്ളതാണ് എന്ത് ടീച്ചിങ്ങിന്റെ ഒരു പ്രോസസ്സ്. ഓക്കെ, അത്രേ ഉള്ളൂ ടീച്ചിങ്ങിന്റെ പ്രോസസ്സ്. അല്ലാണ്ട് കുട്ടീനെ പഠിപ്പിച്ച് മാർക്ക് ഉണ്ടാക്കുക എന്നുള്ളതൊന്നല്ല ഒരു ടീച്ചിങ്ങിന്റെ
പ്രോസസ്സ് അല്ലേ? അതല്ലേ മീനിങ് ഓഫ് ടീച്ചിങ്. ഇനി എന്താ ടീച്ചിങ്ങിന്റെ എയിം? പോസിറ്റീവ് ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ്. എന്ത് ട്രാൻസ്ഫോർമേഷനാ? പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, അതായത് നല്ലതായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ ഇൻ സ്റ്റുഡൻസ് വിത്ത് ദ എൻഹാൻസ്മെന്റ് ഓഫ് സ്റ്റുഡൻസ് നോളജ് ബേസ്. സ്റ്റുഡൻസിന്റെ നോളജ് ബേസിൽ എൻഹാൻസ്മെന്റ് ചെയ്തിട്ട് കുട്ടിയെ പോസിറ്റീവ് ആയിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, നെഗറ്റീവ് ഉണ്ട് ട്രാൻസ്ഫോർമേഷൻ, പോസിറ്റീവ് ഉണ്ട്. കുട്ടിയെ നന്നാക്കി എടുക്കാനും പറ്റും ഒരു ടീച്ചർക്ക്, അതേ ടീച്ചർക്ക് അതിന് കുട്ടിയെ വേണമെന്ന് വെച്ചാൽ ചീത്തയാക്കി മാറ്റാനും പറ്റും. അപ്പൊ കുട്ടിയെ നന്നാക്കി എടുക്കുന്നതാണ് എന്ത് ഒരു ടീച്ചിങ്ങിന്റെ എയിം. അപ്പോ ഡോക്ടർ മധുർ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ മധുർ പറഞ്ഞിട്ടുള്ളത് ടീച്ചിങ് മീൻസ് ദാറ്റ് child should be provided with such opportunities by which the child could get the ability to solve his problems according to his own conditions and nature. അതാണ് ഇമ്പോർട്ടന്റ്. ഹിസ് ഓൺ കണ്ടീഷൻസ്. ഒരു കുട്ടിക്ക് വേണ്ട ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ കൊടുക്കണം ടീച്ചിങ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ? ടീച്ചിങ് മീൻസ് ദാറ്റ് ചൈൽഡ് ഷുഡ് പ്രൊവൈഡഡ് വിത്ത് സച്ച് ഓപ്പർച്യൂണിറ്റീസ്. ഓക്കെ, വിച്ച് ദ ചൈൽഡ് കുഡ് ഗെറ്റ് എബിലിറ്റി. കുട്ടിക്ക് എന്തുണ്ടാവും? അതുവഴി എബിലിറ്റി ഉണ്ടാവും. എന്തിന്? അവന്റെ പ്രോബ്ലംസ്, സോൾവ് ഹിസ് പ്രോബ്ലംസ് അക്കോർഡിംഗ് ടു ഹിസ് കണ്ടീഷൻ. ആ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ച്, അല്ലാതെ ടീച്ചറുടെ കണ്ടീഷൻ അനുസരിച്ചിട്ടല്ല കുട്ടി പ്രോബ്ലം സോൾവ് ചെയ്യേണ്ടത്. ആ കുട്ടിയുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ആ കുട്ടിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കെൽപ്പ് അല്ലെങ്കിൽ ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് എന്ത് ടീച്ചിങ് എന്നാണ് ആര് പറഞ്ഞിട്ടുള്ളത്? ഡോക്ടർ മഥുർ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിലൊന്നും ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ജസ്റ്റ് തിയറികൾ മാത്രം. അടുത്തത് വി ഒ സ്മിത്ത് പറഞ്ഞിട്ടുള്ളത് എന്താണ്? വി ഒ സ്മിത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളാട്ടോ. വി ഒ സ്മിത്ത് പറഞ്ഞിട്ടുള്ള എന്താണ് ടീച്ചിങ്? ദ ആക്ഷൻ ദാറ്റ് മോട്ടിവേറ്റ് ലേണിംഗ്. അതായത് ലേണിങ്ങിനെ, പഠിക്കുന്നതിനെ മോട്ടിവേറ്റ് ചെയ്യുന്ന ആക്ഷൻ ആണ് എന്ത്? ടീച്ചിങ് അല്ലേ? അത് തന്നെയാണല്ലോ ടീച്ചിങ്. നമ്മളിപ്പോ പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ നമ്മൾ ടീച്ചർ ആവില്ലേ വേണ്ടത്? നമ്മൾ പഠിപ്പിക്കുന്നത് വളരെ നേരെയാണെങ്കിൽ കുട്ടിക്ക് അത് പഠിക്കാൻ ഒരു മോട്ടിവേഷൻ അല്ലേ വരുന്നത്? അതേപോലെ ക്ലർക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? ക്ലർക്ക് പറഞ്ഞിട്ടുള്ളത് ടീച്ചിങ് ഈസ് ദ ആക്ഷൻ ഗിവൺ ടു ബ്രിങ് അബൌട്ട് എ ചേഞ്ച് ഇൻ ദ ബിഹേവിയർ ഓഫ് സ്റ്റുഡന്റ്. കുട്ടിയുടെ ബിഹേവിയറിൽ അല്ലേ, കുട്ടിയുടെ ബിഹേവിയറിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ. എങ്ങനത്തെ മാറ്റം ഉണ്ടാക്കേണ്ടത്? ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആക്ഷൻ ആണ് എന്ത്? ടീച്ചിങ്. എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവില്ലല്ലോ. അതേപോലെ നമ്മൾ കുറച്ചും കൂടി ഉണ്ട്. എച്ച് സി മോറിസൺ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ടീച്ചിങ് ഈസ് ആൻ ഇന്റിമേറ്റ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ മോർ മെച്യൂർ പേഴ്സൺ ആൻഡ് ലെസ് മെച്യൂർ വൺ. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അതായത് മോർ മെച്യൂർ പേഴ്സൺ ആയിട്ടും ഒരു ലെസ് മെച്യൂർ പേഴ്സൺ ആയിട്ടും തമ്മിലുള്ള ഒരു ഇന്റിമേറ്റ് കോണ്ടാക്ട്. ഓക്കെ, അപ്പൊ ഇതിൽ മോർ മെച്യൂർ പേഴ്സൺ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ആരായിരിക്കും? ടീച്ചർ അല്ലേ? കൂടുതൽ മെച്യൂർ, അല്ലെങ്കിൽ മെച്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് മെച്യൂരിറ്റി എന്നുള്ളതിന് മാത്രമല്ല, കൂടുതൽ ആ വിഷയത്തെ സംബന്ധിച്ചിട്ടുള്ള നോളേജ് ഉള്ള ആളാണ്. ഓക്കെ, കൂടുതൽ നോളേജ് ഉള്ള ആള്, നോളേജ് എന്ന് വായിക്കണം. ഓക്കെ, കൂടുതൽ നോളേജ് ഉള്ള ഒരാളും അതേ വിഷയത്തിനെ പറ്റിയിട്ട് ലെസ് നോളജ് ഉള്ള ഒരാളും. മെച്യൂർ എന്നുള്ളതിന്റെ അർത്ഥം മെച്യൂരിറ്റി എന്നുള്ളതിൽ മാത്രം ഒതുക്കരുത്, അതൊരു വൈഡ് ആയിട്ടുള്ള ഒരു അർത്ഥമായിട്ടാണ് മോറിസൺ ഉപയോഗിച്ചിട്ടുള്ളത്. ഓക്കെ, അതിൽ തമ്മിലുള്ള ഒരു കോണ്ടാക്ട് ആണ്, ഇന്റിമേറ്റ് കോണ്ടാക്ട് ആണ് എന്തുണ്ടാവുന്നത്? ടീച്ചിങ്. ഓക്കെ, അതേപോലെ ബേർട്ടൺ പറഞ്ഞിട്ടുള്ള എന്താ? ടീച്ചിങ് ഈസ് ദ സ്റ്റിമുലേഷൻ, ഗൈഡൻസ്, ഡയറക്ഷൻ ആൻഡ് എൻകറേജ്മെന്റ് ഓഫ് ലേണിംഗ്. ഒരു ലേണിങ്ങിന് വേണ്ടിയിട്ടുള്ള സ്റ്റിമുലേഷനും ഗൈഡൻസും അതേപോലെ എന്ത് നമ്മളുടെ ഡയറക്ഷൻ കൊടുക്കുന്നത്, എൻകറേജ് ചെയ്യുന്നത്, പഠിക്കാൻ എൻകറേജ് ചെയ്യുന്നത് കുട്ടീനെ, അതൊക്കെയാണ് എന്ത്? ടീച്ചിങ്. അത് തന്നെയാണ് ടീച്ചിങ്. ഓരോരുത്തരും ഓരോ രീതിയിൽ പറയുന്നേ ഉള്ളൂ. ഓക്കെ, ഇനി ടീച്ചിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് 4 രീതിയിലേക്ക് മാറ്റാം. ഓക്കെ, അത് ഏതൊക്കെയാ രീതികൾ? ഓക്കെ, ആദ്യത്തെ രീതിയാണ് എന്ത്? ടീച്ചിങ് എന്നുള്ളത്. ടീച്ചിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഹോളിസ്റ്റിക്കലി ഉള്ള ഒരു എഡ്യൂക്കേഷൻ. ഹോളിസ്റ്റിക്കലി, ഈ വാക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിൽ. ഹോളിസ്റ്റിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 360 ഡിഗ്രി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് കുട്ടിയുടെ എന്തുമാത്രം, ഇപ്പൊ നമ്മള് പണ്ടൊക്കെ പഠിക്കുന്ന പോലെ ടെക്സ്റ്റ് ബുക്ക് മാത്രമല്ലാണ്ട് കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നോളേജ്, അതേപോലെ കുട്ടിയുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള നോളേജ്, അതേപോലെ കുട്ടിയുടെ ആർട്ടിലുള്ള കഴിവ്, സ്പോർട്സിലുള്ള കഴിവ്, ഇതെല്ലാം എന്തിൽ വരും? ഹോളിസ്റ്റിക്കിൽ വരും. കുട്ടിയുടെ മോറൽ വാല്യൂ ഡെവലപ്മെന്റ്,
ഡെവലപ്മെന്റ് മാത്രമേ എഴുതുന്നുള്ളൂ. ഇതൊക്കെ എന്തിലാ വരുന്നത്? ഹോളിസ്റ്റിക്കൽ എഡ്യൂക്കേഷനിലാണ് വരുന്നത്. ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ. അപ്പോൾ ഒരു മൊത്തത്തിലുള്ള ഒരു എഡ്യൂക്കേഷൻ, മൊത്തത്തിൽ കുട്ടിയെ രൂപാന്തരപ്പെടുത്തുന്നത് ഒരു ടീച്ചിങ്ങിന്റെ കാര്യത്തിലാണുള്ളത്. കുട്ടിയുടെ നോളേജ്, സ്കിൽസ്, വാല്യൂസ്, കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വെറുതെ വളർന്നാൽ പോരാ. ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞാൽ അത് വളരെ ഗൗരവമായിട്ട് ചിന്തിക്കാനുള്ള കുട്ടിയുടെ കഴിവ്, അതിനെ ക്രിട്ടിക്കലായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റുന്ന കുട്ടിയുടെ കഴിവ്, ഇതൊക്കെ എന്താണ് നമ്മളുടെ ടീച്ചിങ്ങിൽ നമ്മൾ വളർത്തിയെടുക്കേണ്ടതാണ് കുട്ടീനെ, അല്ലേ? ഇനി അതേപോലെ ടീച്ചറുടെ അടുത്ത റോളായിട്ട് വരുന്നത് എന്താണ്? ഇൻസ്ട്രക്ടർ ആയിട്ടാ. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ഒരാളായിട്ട്. എന്ന് വെച്ചാൽ എന്താ? ടീച്ചിങ് ഈസ് റിലേറ്റഡ് ടു ഇൻസ്ട്രക്ഷൻ ഈസ് റിലേറ്റഡ് ടു എൻഷുറിംഗ് ദ ലേണേഴ്സ് ഫോളോ എ സ്ട്രക്ചേർഡ് പാത്ത്. അതായത് ഒരു സ്ട്രക്ചേർഡ് പാത്തിലൂടെ ഒരു സ്പെസിഫിക് ഗോള് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അതായത് ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിലൂടെ, സ്ട്രക്ചേർഡ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് അല്ലെങ്കിൽ കരിക്കുലം, ഇതൊക്കെ ആവാം. ഈ ടെക്സ്റ്റ്ഡ് പാത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? കുട്ടീനെ നടത്തിയിട്ട് കുട്ടിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് കൊടുക്കും. അങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ട് ഒരു സ്പെസിഫിക് ഗോൾ നമ്മൾ കുട്ടീനെ കൊണ്ട് അറ്റൈൻ ചെയ്യും. ഇതാണ് എന്ത്? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അതേപോലെ അടുത്ത് വരുന്നതാണ് എന്ത്? ഗൈഡിങ്. ഗൈഡിങ് എന്താ? ഗൈഡൻസ്. അതായത് ഒരു ഡയറക്ഷൻ കാണിക്കൽ മാത്രം, അല്ലെങ്കിൽ ഒരു സപ്പോർട്ടിങ്, ഒരു സ്കഫോൾഡിങ് എന്നുള്ള വാക്ക് കേട്ടോ. സ്കഫോൾഡിങ് വായിച്ചാൽ ഓക്കെ. സ്കഫോൾഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കൈത്താങ്. ഇതൊക്കെ നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതലായിട്ട് പഠിക്കും. സ്കഫോൾഡിങ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. അങ്ങനെ ഒരു ടീച്ചിങ് ആവുന്നത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഡയറക്ഷൻ കൊടുക്കുക. കുട്ടിക്ക് എങ്ങനെ പഠിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചാൽ എവിടെയാണ് തെറ്റെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു കുട്ടി ഇങ്ങനെ വന്ന് ചോദിക്കുകയാണ്, സാറേ എനിക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, ഒരു 10ൽ 5 മാർക്കേ വന്നുള്ളൂ, എനിക്ക് എന്താ തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാം. എന്താണ് മോനെ, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്, നമ്മൾ കൂടുതൽ എക്സാം ഓറിയന്റഡ് ആയിട്ട്, അല്ലെങ്കിൽ വേറെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഇങ്ങനെയാണ് വരുന്നത്, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പൊ പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലെച്ചാൽ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഒരു ടോപ്പിക് നീ വിട്ടുപോയിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പഠിക്കേണ്ടത് ഇങ്ങനെയല്ല, ഈ വിഷയം പഠിക്കേണ്ടത് ഇങ്ങനെയല്ല, നമ്മളിപ്പോ മാത്സ് ആണ് ചെയ്ത് തന്നെ പഠിക്കണം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്യല്, അതൊക്കെ ടീച്ചിങ്ങിന്റെ ഭാഗമാണ്. അതേപോലെ എന്താണ് വരുന്നത്? ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കുക. എന്തിനു വേണ്ടിയിട്ട്? കുട്ടിയുടെ ഡെവലപ്മെന്റ്, സ്പെസിഫിക് സ്കില്ലുകൾ, കുട്ടിക്കുള്ള ഓരോ സ്കില്ലുകൾ ഡെവലപ്മെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവനെ എന്ത് ചെയ്യാൻ പറ്റും? ട്രെയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും. ഓക്കെ, അതായത് നമ്മൾ എന്താണ്, നമ്മുടെ പ്രാക്ടിക്കൽ എക്സാംസ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? പ്രാക്ടിക്കൽ എക്സാംസിലൊക്കെ എന്താ ഉണ്ടാവുന്നത്? അവന്റെ ഓരോ സ്കിൽസ്, അല്ലെങ്കിൽ ഹൗ ടു ഡു സംതിങ്, ഒരു എക്സ്പെരിമെന്റ്സ് ചെയ്യിപ്പിക്കുക. അല്ലെങ്കിൽ അവനെ കൊണ്ട് ചെറിയ ചെറിയ ജോബ്സ് ഉണ്ടാവുമല്ലോ, ജോബ് ഓറിയന്റഡ് ജോബ്സ്, അത് ചെയ്യിപ്പിക്കുന്നത്. അതൊക്കെ എന്തിലാ വരുന്നത്? ട്രെയിനിങ്ങിലാണ് വരുന്നത്. ഓക്കെ, ഈ 4 എന്ത്? ടീച്ചിങ്ങിന്റെ ഓരോ വേരിയേഷൻസ് വരുന്നത്. ഇനി ജോൺ ആഡംസ് ഒരു സൈദ്ധാന്തികനായിരുന്നു. പുള്ളി ഒരു ബൈപോളാർ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് മുന്നോട്ട് വെച്ചത്. ജോൺ ആഡംസ് അമേരിക്കക്കാരനാണ്. പുള്ളി പറഞ്ഞിട്ടുള്ള എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇപ്പോ ഇതൊരു ക്ലാസ് റൂം ആണെന്ന് കരുതുക. ഇവിടെ ഒരു ടീച്ചർ ഉണ്ട്, ഇവിടെ ബെഞ്ചിൽ എന്ത് ചെയ്യുന്നു? കുട്ടികൾ ഇരിക്കുന്നു. ഓക്കെ, അപ്പൊ അത് ബൈപോളാർ എഡ്യൂക്കേഷൻ ആണ് ടീച്ചിങ്ങിൽ എപ്പോഴും നടക്കുന്നത്. ആരൊക്കെയാ 2 പോളുകൾ? ഒന്ന് ടീച്ചറും, രണ്ടാമത്തത് സ്റ്റുഡന്റും, ഇവിടെ ഇരിക്കുന്ന സ്റ്റുഡൻസും. ഇവർ രണ്ടുപേരുമാണ് എന്ത്? ബൈപോളാർ എഡ്യൂക്കേഷനിൽ ഭാഗമാവുന്നതാണ് നമ്മളുടെ ജോൺ ആഡംസ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ജോൺ ആഡംസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പഠിക്കുന്ന പോലെ നോട്ട് നോക്കുന്നു, അല്ലെങ്കിൽ നോട്ട് നോക്കി പഠിക്കുന്നു, ക്ലാസ്സിൽ നോക്കി പഠിക്കുന്നു, എന്നിട്ട് വീട്ടിൽ പോകുന്നു, ടീച്ചർ വന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഈ സാധനങ്ങളൊക്കെ നടക്കുന്നത് എന്താണ്? ഒരു ബൈപോളാർ എഡ്യൂക്കേഷൻ ആണെന്നാണ് ആര് പറഞ്ഞത്? ജോൺ ആഡംസ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ ജോൺ ആഡംസ് എന്താ പ്രപ്പോസ് ചെയ്തത്? ബൈപോളാർ എഡ്യൂക്കേഷൻ. മറക്കരുത്, ജോൺ ആഡംസ് ആണ് ബൈപോളാർ എഡ്യൂക്കേഷൻ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ അങ്ങനെ കുറച്ച് കാലത്തിന് ശേഷം നമ്മൾ ജോൺ ഡേവി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണ് നമ്മളുടെ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡിലെ. ഇപ്പൊ ജോൺ ഡേവി വന്നിട്ട് എന്ത് പറഞ്ഞു? എഡ്യൂക്കേഷൻ എന്നുള്ളത് ബൈപോളാർ അല്ല, ട്രൈപോളാർ ആണ്. ഇപ്പോ ഏതാണ് മൂന്നാമത്തെ ഘടകം? അപ്പോ നേരത്തെ പറഞ്ഞ എന്താ? ക്ലാസ് റൂം അല്ല, ടീച്ചറ് കുട്ടികള് അങ്ങനെ എടുത്ത് പഠിപ്പിക്കുന്നു.
ഈ രണ്ട് കാര്യങ്ങൾ മാത്രം പോരാ, ഒരു ക്ലാസ് റൂം കൂടി വേണം. ഈ ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു എൻവിയോൺമെന്റ്, തേർഡ് കമ്പോണന്റ് ആയിട്ട് വരുന്നത് എന്താണ്? എൻവിയോൺമെന്റ് അല്ലെങ്കിൽ സോഷ്യൽ എൻവിയോൺമെന്റ് എന്നൊക്കെ പറയാം. സോഷ്യൽ എൻവിയോൺമെന്റ് കൂടി വേണം. ഇവർ മൂന്നുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാലാണ് എന്തുണ്ടാവുന്നത്? എഡ്യൂക്കേഷൻ കംപ്ലീറ്റ് ആവുന്നത്, എഡ്യൂക്കേഷൻ സിസ്റ്റം കംപ്ലീറ്റ് ആവുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഏതാണ് ആ 3 വേരിയബിൾസ് നമ്മൾ നേരത്തെ പറഞ്ഞത്? ടീച്ചർ, സ്റ്റുഡന്റ്, എൻവിയോൺമെന്റ് അല്ലെ? അല്ലെങ്കിൽ എൻവിയോൺമെന്റിന് പകരം കരിക്കുലം. നോക്കൂ, ടീച്ചിങ് ഈസ് എ സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചർ, സ്റ്റുഡന്റ് ആൻഡ് കരിക്കുലം. കരിക്കുലം എന്നാണ് ജോൺ ഡേവി പറഞ്ഞിട്ടുള്ളത്. ദീസ് ത്രീ ആർ കാൾഡ് മെയിൻ 3 വേരിയബിൾസ് ഓഫ് ടീച്ചിങ് ആൻഡ് ദേ ഡിസൈഡഡ് ദ എഫക്റ്റീവ്നെസ് ഓഫ് ടീച്ചിങ് ലേണിംഗ് പ്രോസസ്. ടീച്ചിങ്ങിന്റെയും ലേണിംഗിന്റെയും പ്രോസസ്സ് അത് ഡിറ്റർമിൻ ചെയ്യുന്നത് ആരൊക്കെയാണ്? ടീച്ചർ, സ്റ്റുഡന്റ്, കരിക്കുലം. കരിക്കുലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? പാഠ്യപദ്ധതി അല്ലേ? ആണ്. അപ്പോൾ ഇവർ മൂന്നുപേരും കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഒരു ടീച്ചർ ലേണിംഗ് പ്രോസസ്സിന്റെ എഫക്റ്റീവ്നെസ് കംപ്ലീറ്റ് ആക്കുന്നത്. അപ്പൊ ഇതിൽ ആദ്യത്തെ കമ്പോണന്റ് സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് ആരാ? ഒരു ലേണർ വേരിയബിൾ ആണ് അല്ലേ? സ്റ്റുഡന്റ് എന്താ? പഠിക്കുന്നവനല്ലേ? പഠിക്കുന്നവനാണല്ലോ, കുട്ടിയാണല്ലോ. സ്റ്റുഡന്റ് എന്ത് ചെയ്യും? അപ്പോ ലേൺ ചെയ്യും. ലേൺ ചെയ്യുന്ന വേരിയബിൾ, ഇപ്പൊ ലേണർ വേരിയബിൾ ആണ്. ഈ സ്റ്റുഡന്റ് എന്താണ്? ഒരു ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഓക്കെ, ഡിപ്പെൻഡന്റ്. ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ടീച്ചറെ അല്ലേ? ടീച്ചറെ, അതേപോലെ കരിക്കുലത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടീച്ചറെയും കരിക്കുലത്തിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണ് ആര്? സ്റ്റുഡന്റ്. സ്റ്റുഡന്റ് എന്താണ്? സെന്റർ ഓഫ് ദ ടീച്ചിങ് ആണ്. അപ്പൊ നമ്മൾ എന്താ? സ്റ്റുഡന്റ് സെന്റേർഡ് ലേണിംഗ് അഥവാ സ്റ്റുഡന്റ് സെന്റേർഡ് അല്ല ലേണർ സെന്റേർഡ് ടീച്ചിങ്, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. എന്താണ്? സ്റ്റുഡന്റിന്റെ സെന്റർ ആണ്. സ്റ്റുഡൻസിനെ കേന്ദ്രീകരിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിപ്പിക്കേണ്ടത്. ടീച്ചറുടെ സൗകര്യത്തിനനുസരിച്ചിട്ടല്ല ടീച്ചർ എങ്ങനെ പഠിപ്പിക്കണം എന്ന് നോക്കേണ്ടത്. കുട്ടികളുടെ സൗകര്യത്തിനനുസരിച്ചിട്ടാണ്, കുട്ടികളുടെ ഇമ്പോർട്ടൻസ് നോക്കിയിട്ടാണ്, കുട്ടികളുടെ കാര്യപ്രാപ്തി നോക്കിയിട്ടാണ് നമ്മൾ പഠിപ്പിക്കേണ്ട മെത്തേഡുകൾ ഏതാണെന്ന് ഓരോ ടീച്ചറും ചൂസ് ചെയ്യേണ്ടത്. എ ടീച്ചർ മസ്റ്റ് അഡ്ജസ്റ്റ് മെത്തേഡ്സ് അക്കോർഡിംഗ് ടു ലേണേഴ്സ് ഡിഫറൻസ്. ഓരോ കുട്ടിയും ഓരോ തരത്തിലായിരിക്കും, ഓരോ ക്ലാസ്സും ഓരോ തരത്തിലായിരിക്കും. അതിനനുസരിച്ചിട്ട് വേണം ആര്? ടീച്ചർ ഇത് മനസ്സിലാക്കിയിട്ട് ക്ലാസ്സുകൾ മാറ്റിക്കൊണ്ടിരിക്കേണ്ടത് അല്ലേ? അതേപോലെ രണ്ടാമത് വരുന്നത് ആരാണ്? ടീച്ചർ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്. ടീച്ചർ എന്താണ് ഇവിടെ വർക്ക് ആവുന്നത്? ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ് ആവുന്നത്. അപ്പോൾ ടീച്ചർ ആരെയും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ നിൽക്കുന്നത്, കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ലല്ലോ നിൽക്കുന്നത്. ടീച്ചർ ആരായിട്ടാണ് വർക്ക് ആവുന്നത്, ആക്ട് ആവുന്നത്? ഒരു ഫെസിലിറ്റേറ്റർ, നേരത്തെ പറഞ്ഞ പോലെ ഫെസിലിറ്റേറ്റർ, ഗൈഡ് അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ. ഇവനെ മോട്ടിവേറ്റ് ചെയ്ത് ഇവന്റെ നോളേജ്, അതേപോലെ ഇവന്റെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ, കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ ആയിട്ട്, അല്ലെങ്കിൽ കുട്ടിയെ കൈപിടിച്ച് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുന്നത്? നമ്മള് കൈത്താങ്ങ്, അതേപോലെ ആദ്യത്തെ സമയങ്ങളിലൊക്കെ കുട്ടിയെ ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരാള്, അതായത് കുട്ടി പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് കുട്ടീനെ ചെറുതായി ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ കുട്ടി വലുതായി വരുമ്പോൾ ഈ ഹെൽപ്പ് നമ്മൾ കുറച്ച് കൊണ്ടുവരുന്നു. അതാണ് എന്താ? ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ കുട്ടി പഠിക്കാൻ തുടങ്ങി, കുട്ടിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഈ കൊടുക്കുന്ന ഹെൽപ്പ് എന്ത് ചെയ്യും? കുറച്ച് വരും. കുട്ടിയെ സ്പൂൺ ഫീഡിങ് ചെയ്യല്ല, കുട്ടിയെ സപ്പോർട്ട് ചെയ്യുക, ക്രിട്ടിക്കൽ തിങ്കിങ് വളർത്താൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, അതാണെന്ത്? ടീച്ചറുടെ പ്രോബ്ലം. ടീച്ചർ എന്തായിട്ട് ആക്ട് ആവുന്നു എന്നാ പറഞ്ഞത്? ടീച്ചർ ഒരു ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിട്ട്, ഫെസിലിറ്റേറ്റർ ആയിട്ട്, ഗൈഡ് ആയിട്ട്, ഒരു മോട്ടിവേറ്റർ ആയിട്ട് ആക്ട് ആവുന്നു. ടീച്ചേഴ്സ് സബ്ജക്ട് നോളേജ്, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ക്വസ്റ്റ്യനിങ് ടെക്നിക്സ് ആൻഡ് ക്ലാസ് റൂം മാനേജ്മെന്റ് ആർ ക്രൂഷ്യൽ. അതെ, ഒരു ടീച്ചർക്ക് നല്ല നോളജ് ഉണ്ടായാൽ, ആ വിഷയത്തെ പറ്റിയിട്ട് അഗാധമായ നോളജ് ഉണ്ടായാലേ കുട്ടിയെ ആ ടീച്ചർക്ക് അത് എളുപ്പത്തിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷെ നോളജ് മാത്രം പോരാ, ആ ടീച്ചർക്ക് അത് പറഞ്ഞ് ആ കുട്ടിയിലേക്ക് എത്തിക്കാനുള്ള ഒരു കഴിവ് വേണം. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം പറഞ്ഞ് നിങ്ങളിൽ എത്തിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഒരു പരാജയമാണ് ഉണ്ടാവുന്നത് ടീച്ചിങ് എന്ന രീതിയിൽ അല്ലേ? കുട്ടിക്ക് മനസ്സിലാവണം. അപ്പൊ അതേപോലെ കുട്ടിക്ക് മനസ്സിലായോ എന്ന് വൃത്തിയായിട്ട് ക്വസ്റ്റ്യനിങ് ടെക്നിക്സിലൂടെ മനസ്സിലാക്കി എടുക്കാനുള്ള ഒരു കഴിവ് കൂടി ടീച്ചർക്ക് വേണം. അതേപോലെ കുറെ ക്ലാസ്സുകൾ, കുട്ടികളുടെ ക്ലാസ് റൂം മാനേജ്മെന്റ് ചെയ്യുന്നതും ഒരു ടീച്ചറുടെ ക്രൂഷ്യൽ എബിലിറ്റിയിൽ വരുന്നതാണ്. ഓക്കെ, അതേപോലെ മൂന്നാമത്തെ വേരിയബിൾ ആയിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? കരിക്കുലം എന്താണ്? കണ്ടന്റ് വേരിയബിൾ. ഓക്കെ, കണ്ടന്റ്, നമ്മൾ പഠിക്കാനുള്ള കണ്ടന്റ് ആണ് എന്തിലുള്ളത്? കുട്ടി പഠിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് എന്തിലുള്ളത്? കരിക്കുലത്തിലുള്ളത്. ഇതൊരു എന്തായിട്ട് ആക്ട് ആവുന്നത്? ഇന്റർവീനിങ് വേരിയബിൾ, ഒരു ഇടനിലക്കാരനായിട്ടാണ്.
ആരായിട്ടുള്ള ഇടനില? ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ടീച്ചറും സ്റ്റുഡൻറ്റും തമ്മിലുള്ള ഒരു ഇടനിലക്കാരനായിട്ടാണ് ആര് ആക്ട് ആവുന്നത്? നമ്മുടെ കരിക്കുലം ആക്ട് ആവുന്നത്, അല്ലേ? അപ്പൊ നമ്മൾ കറക്റ്റ് സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷനിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടീച്ചറും സ്റ്റുഡന്റും കരിക്കുലം തമ്മിലുള്ള സിസ്റ്റമാറ്റിക് ഇന്ററാക്ഷനിലൂടെ നമുക്ക് നമ്മളുടെ കുട്ടിയുടെ ചൈൽഡ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ സോഷ്യൽ എൻവയോൺമെന്റ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഡൈനാമിക് ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള എൻവയോൺമെന്റ്, ഇതെല്ലാം വളർത്തിയെടുത്ത് കുട്ടിയെ നമ്മളൊരു മനുഷ്യനാക്കിയെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇൻക്ലൂഡ് സബ്ജക്ട്സ്, മാറ്റേഴ്സ്, ടീച്ചിങ് മെറ്റീരിയൽസ്, ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ എക്സ്പീരിയൻസ്. ഇതൊക്കെ എന്തിൽ വരും? നമ്മളുടെ കരിക്കുലത്തിൽ വരും. പഠിക്കാനുള്ള സബ്ജക്റ്റിലെ കാര്യങ്ങള്, ടീച്ചിങ് മെറ്റീരിയൽസ്, ആക്ടിവിറ്റീസ്, കുട്ടികൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ്, അല്ലെങ്കിൽ ടീച്ചറുമായിട്ട് കുട്ടികൾക്ക് ചെയ്യാനുള്ള പ്രൊജക്ട് വർക്കുകൾ, അതേപോലെ കോ കരിക്കുലർ എക്സ്പീരിയൻസസ്, ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ഒരു കരിക്കുലത്തിൽ വരുന്നതാണ്. ഈ കരിക്കുലം എന്തായിട്ട് ആക്ട് ആവുന്നത്? ഒരു ഇടനിലക്കാരൻ, അല്ലെ? ഒരു ബ്രിഡ്ജ് ബിറ്റ്വീൻ ആരൊക്കെ? ടീച്ചറും സ്റ്റുഡന്റും തമ്മിലുള്ള ഒരു ബ്രിഡ്ജ് ആയിട്ടാണ് എന്ത് ആക്ട് ആവുന്നത്? കരിക്കുലം ആക്ട് ആവുന്നത്, അല്ലേ? ഓക്കെ, ഇനി നേച്ചർ ഓഫ് ടീച്ചിങ്. ഒരു 10-11 തരത്തിലുള്ള ടീച്ചിങ് ഉണ്ട്, പല ടൈപ്പ് ടീച്ചിങ് ഉണ്ട്. അപ്പൊ നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് ടീച്ചിങ്സ് ആണ് ഇതിൽ നോക്കുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെ നമുക്കൊരു കുട്ടിയെ പഠിപ്പിക്കാം, എങ്ങനെയൊക്കെ നമുക്ക് ആ കുട്ടീനെ പറഞ്ഞ് മനസ്സിലാക്കാം, നമ്മൾ ക്ലാസ് എങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളത് ഓരോ ടൈപ്പുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ആദ്യം വരുന്നത് എന്താ? ഇന്ററാക്റ്റീവ് ടീച്ചിങ്. ഇന്ററാക്റ്റീവ് ടീച്ചിങ് എന്താ? ഇന്ററാക്ഷൻ ചെയ്യുന്നു. ആരൊക്കെ? ടീച്ചറും കുട്ടിയും. ഒരു 2-വേ പ്രോസസ്സിലൂടെ ടീച്ചറും കുട്ടിയും, അല്ലെങ്കിൽ ടീച്ചറും ലേണറും തമ്മിൽ ഇന്ററാക്ട് ചെയ്തിട്ട് ടീച്ചർ പഠിച്ച കാര്യങ്ങൾ കുട്ടിയിലേക്ക് എത്തിക്കുന്നതാണ് എന്ത്? ഇന്ററാക്റ്റീവ് ടീച്ചിങ്. രണ്ടാമത് വരുന്നതാണ് എന്ത്? ഒരു ഗോൾ ഓറിയന്റഡ് ടീച്ചിങ്. ഗോൾ ഓറിയന്റഡ്. അപ്പൊ എന്താ? ഒരു ഗോള്, അല്ലെങ്കിൽ ഒരു ഒരു എന്താ, എയിം തൊട്ട് ഓറിയന്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ എക്സാം കോച്ചിങ് വിചാരിച്ചോളൂ. അപ്പൊ ഞാനിപ്പോ നമ്മൾ UGC നെറ്റ് ആണ്, UGC നെറ്റ് എക്സാം കോച്ചിങ് ആണെങ്കിൽ നമ്മളുടെ ഗോൾ എന്താ? UGC നെറ്റ് ക്രാക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ഗോളിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് എന്ത് പഠിക്കുന്നത്. ഇപ്പൊ SSLC എക്സാം ആണെച്ചാൽ എന്താണ്? SSLC എക്സാമിനെ ഓറിയന്റ് ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. KVS ആണെച്ചാൽ KVS ആണ് എന്താ അവിടുത്തെ ഗോളായിട്ട് ആക്ട് ആവുന്നത്. അപ്പൊ അവിടെ കുട്ടിയുടെ എപ്പോഴും എന്താണ് നമ്മൾ ഡയറക്റ്റ് ചെയ്യുന്നത്? എപ്പോഴും ഒരു ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലേണർ എപ്പോഴും അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. ഓക്കെ, ഇവിടെ എന്താണ് നോക്കൂ? ആൾവേസ് ഡയറക്റ്റഡ് ടുവേർഡ്സ് അച്ചീവിങ് എ സ്പെസിഫിക് ലേണിംഗ് ഒബ്ജക്റ്റീവ്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ലേണിംഗ് ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുട്ടി നോക്കുന്നു. എന്താ? കൊഗ്നേറ്റീവ്, എഫക്റ്റീവ്, സൈക്കോമോട്ടർ. ഈ 3 കാര്യങ്ങൾ ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബ്ലൂംസ് ടാക്സോണമിയിൽ വരുന്ന കാര്യങ്ങളാണ്. 3 ഡൊമൈൻസ് ആണ്. ഇതിങ്ങനെ ജസ്റ്റ് പറഞ്ഞു പോയ കാര്യമില്ല, നമുക്ക് ഈ വീഡിയോയുടെ എൻഡിലായിട്ട് നമ്മൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി മൂന്നാമത് വരെ എന്താണെന്ത്? ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. ഒന്നുമില്ല, അതായത് നമ്മൾ എന്താ കുട്ടിയുടെ, അല്ലെങ്കിൽ കുട്ടിയുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ട്, കുട്ടികളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, ഇപ്പൊ ഒരു കുട്ടിക്ക് സ്ലോ ലേണർ ആയിട്ടുള്ള ഒരു കുട്ടിയാണ് വിചാരിച്ചോളൂ. നമുക്ക് അവനെ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ ഒറ്റ തവണ പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആ കുട്ടിക്ക് മനസ്സിലാവുമോ? ഇല്ല. ചിലപ്പോൾ നമുക്ക് അവനെ എന്താ പഠിപ്പിക്കേണ്ടത്? ഒരു ഇക്വേഷനാണ് പഠിപ്പിക്കേണ്ടത്. ഏത് ഇക്വേഷനാ? അപ്പോൾ A+B² ആണ് പഠിപ്പിക്കേണ്ടത് വിചാരിച്ചോ. ഞാൻ പറയുകയാണ് A+B² = A²+B² + 2AB ആണെന്ന് ഞാൻ പറയുന്നു. ബാക്കിയുള്ള കുട്ടികൾക്കൊക്കെ മനസ്സിലായി, പക്ഷെ ഇവനത് മനസ്സിലാവുന്നില്ല. അവന് മാത്സ് കുറച്ച് വീക്കാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? അവന് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ആദ്യം ഒരു A+B ഇവിടെ ഉണ്ടാവും, ഒരു A+B ഇവിടെ ഉണ്ടാവും, അല്ലേ? ഇനി ഇത് ഈ എയും ഈ ബിയും ഈ എയും ഈ ബിയും തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് A² + B² + AB + BA കിട്ടും, അല്ലേ? കിട്ടും. അതിനുശേഷം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതേപോലെ എഴുതാം എന്ന് പറഞ്ഞാൽ എനിക്ക് വിശദമായിട്ട്, അല്ലെങ്കിൽ വളരെ സ്ലോ ആയിട്ട് പഠിപ്പിക്കേണ്ട കുട്ടികളുണ്ടാവും. അപ്പോൾ ഓരോ കുട്ടിയുടെ, അല്ലെങ്കിൽ ഓരോ ക്ലാസ് റൂമിന്റെയും, ഓരോ സിറ്റുവേഷന്റെയും, ഓരോ വിഷയത്തിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ മെത്തേഡ്സ് ചേഞ്ച് ചെയ്ത് പഠിപ്പിക്കുന്ന ടീച്ചിങ്ങിനെ പറയുന്നതാണ് എന്ത്? ഡൈനാമിക് ആൻഡ് ഫ്ലെക്സിബിൾ. ഓക്കെ, ഇനി അടുത്താണെന്ത്? മൾട്ടി ഡയമെൻഷണൽ ഇൻവോൾവ്സ് നോളേജ് ഓഫ് സബ്ജക്ട് മാറ്റർ, പെഡഗോഗി, സൈക്കോളജി ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. അതായത് ഞാൻ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഫിസിക്സ് ആണ് വിചാരിച്ചോളൂ. ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിലെ ഇപ്പോൾ ന്യൂട്ടന്റെ ലോ ആണ് പറയുന്നത്. ന്യൂട്ടന്റെ ലോ പറഞ്ഞു പോവുകയാണ്. ഞാൻ ഒന്നാം ചലന നിയമം പറയുന്നു, രണ്ടാം ചലന നിയമം പറയുന്നു, മൂന്നാം ചലന നിയമം പറഞ്ഞു. സബ്ജക്റ്റിലെ മാറ്റർ, അതായത് ഫിസിക്സിലത്തെ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു പോയി. കുട്ടിക്ക് മനസ്സിലാവുമെന്ന് ഉറപ്പില്ലല്ലോ.
നമ്മൾ എന്ത് ചെയ്യണം? അത് കുട്ടിയുടെ സൈക്കോളജി അനുസരിച്ചിട്ട് പറയണം. അതേപോലെ വളരെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ അനുസരിച്ചിട്ട്, അതായത് ഒന്നിൽ ഒതുങ്ങി നിൽക്കാതെ സബ്ജക്ട് മാറ്ററും സൈക്കോളജിയും നമ്മളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഒരുമിപ്പിച്ച്, പെഡഗോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപന ശാസ്ത്രം, അധ്യാപന ശാസ്ത്രം, ഇങ്ങനെ എല്ലാം കൂടിയും ഒരുമിപ്പിച്ചിട്ട് ഒരു മൾട്ടി ഡയമെൻഷണൽ ആയിട്ട് ടീച്ചിങ് ചെയ്യുന്നത്. അതായത് ഫിസിക്സിൽ മാത്രം അല്ലെങ്കിൽ സയൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ ബാക്കിയുള്ള കാര്യങ്ങളിലൂടെ ഇറങ്ങിച്ചെന്ന് എല്ലാം കൂടി ഒരുമിപ്പിച്ച് പഠിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? മൾട്ടി ഡയമെൻഷണൽ ടീച്ചിങ്. അടുത്ത വരുന്നതാണ് എന്ത്? ഒരു ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മൾട്ടി ഡയമെൻഷനിൽ. അപ്പോ എന്താണ് മൾട്ടി ഡയമെൻഷനിൽ? ഒരു 360 ഡിഗ്രി എന്നൊക്കെ പറയുകയാണെങ്കിൽ, നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ 360 ഡിഗ്രി ആയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നു. എന്തൊക്കെ നോക്കിയിട്ട്? ഒരു വിഷയത്തിന്റെ പെഡഗോഗി, അതേപോലെ അതിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, സബ്ജക്ട് മാറ്റർ, ഇതെല്ലാം നോക്കിയിട്ട് നമ്മൾ പഠിപ്പിക്കുന്നതിനാണ് എന്ത്? മൾട്ടി ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അഞ്ചാമതായിട്ട് വരുന്നതാണ് എന്ത്? പ്ലാൻഡ് ആക്ടിവിറ്റി. പ്ലാൻഡ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പഠിപ്പിക്കുന്നതിന് മുന്നേ ലെസൺ പ്ലാനിങ്ങും അതേപോലെ കരിക്കുലം, അതേപോലെ ഇൻസ്ട്രക്ഷണൽ ഒബ്ജക്റ്റിവിറ്റി എല്ലാം വളരെ നോക്കിയിട്ട് കൃത്യമായിട്ട് അത് ബേസ് ചെയ്ത് മാത്രം പഠിപ്പിക്കുന്നത്. പുറത്തേക്കൊന്നും അധികം പോകാണ്ടേ നമ്മൾ പഠിപ്പിക്കേണ്ട ലെസൺസ് മാത്രം, അല്ലെങ്കിൽ കരിക്കുലത്തിൽ പറഞ്ഞിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് മാത്രം നോക്കി പഠിപ്പിക്കുന്നതാണ് എന്ത്? പ്ലാൻഡ് ആക്ടിവിറ്റി. അടുത്തത് ആറാമത് വരുന്നതാണ് എന്ത്? കണ്ടിന്യൂസ് പ്രോസസ്. ടീച്ചിങ് എന്താണ്? എപ്പോഴും ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. അതായത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ജസ്റ്റ് ഒരു ക്ലാസ്സോടെ കഴിയുന്ന സാധനമല്ല ടീച്ചിങ് എന്ന് വെച്ചാൽ ഓൺ ഗോയിങ് ആൻഡ് ഇംപ്രൂവ്സ് വിത്ത് ഫീഡ്ബാക്ക്. ഫീഡ്ബാക്ക് ഓരോ ക്ലാസ് കഴിയുമ്പോഴും കുട്ടികളുടെ നിന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു. കുട്ടികളുടെ അഭിപ്രായങ്ങൾ പറയുന്നു. ക്ലാസ്സുകൾ ഇങ്ങനെ ആവണം, ടീച്ചർ കുറച്ചും കൂടിയും വ്യക്തമായിട്ട് പറയണം, അല്ലെങ്കിൽ കുറച്ച് മെല്ലെ പറയണം, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ആ സാധനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? റിഫ്ലക്ഷൻ ചെയ്യുന്നു. അത് നമ്മളെ എക്സ്പീരിയൻസുകളിലൂടെ കൂടുതലായിട്ട് ഇംപ്രൂവ് ചെയ്യുന്നു. ഓക്കെ, അങ്ങനെ ഒരു കണ്ടിന്യൂസ് പ്രോസസ് ആയിരിക്കണം എപ്പോഴും എന്ത്? നമ്മളുടെ ഒരു ടീച്ചിങ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി അടുത്തത് വരുന്നത് എന്താണ്? ബോത്ത് ആർട്ട് ആൻഡ് സയൻസ്. ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സയൻസും ആർട്ടും, ശാസ്ത്രവും കലയും സംയോജിപ്പിച്ച് വേണം നമ്മൾ എന്ത് പഠിപ്പിക്കാൻ? ടീച്ചിങ് ചെയ്യാൻ. സയൻസ് ഇൻ ടേംസ് ഓഫ് സിസ്റ്റമാറ്റിക് മെത്തേഡ്സ് ആൻഡ് പ്രിൻസിപ്പിൾസ്, ആർട്ട് ഇൻ ടേംസ് ഓഫ് ക്രിയേറ്റിവിറ്റി, മോട്ടിവേഷൻ ആൻഡ് ഇമോഷണൽ കണക്ഷൻസ്. ഇതെല്ലാം കൂടി സംയോജിപ്പിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പഠിപ്പിക്കാൻ, അല്ലേ? അത് തന്നെയാണല്ലോ. നമ്മൾ ജസ്റ്റ് ഒരു ലോ പറഞ്ഞു പോയിട്ടോ അല്ലെങ്കിൽ ഒരു കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടോ കാര്യമില്ല. അതിലോട്ട് കൂടുതൽ ആർട്ട് അല്ലെങ്കിൽ ക്രിയേറ്റീവ്, കുട്ടികൾക്കുള്ള മോട്ടിവേഷൻ, ഇതേപോലെ കുട്ടികളുമായിട്ടുള്ള ഇമോഷണൽ കണക്ഷൻസ്, ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യണം? ഇംപ്രൂവ് ചെയ്യണം. എന്നാൽ മാത്രമേ കുറച്ചും കൂടി എഫക്റ്റീവ് ആവുള്ളൂ. അതേപോലെ ഫെസിലിറ്റേറ്റീവ് ആയിരിക്കണം, നോട്ട് അതോറിറ്റേറിയൻ ആയിരിക്കരുത്. അതോറിറ്റേറിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഒരു അധികാരി, ഒരു ടീച്ചിങ് എന്നുള്ള ഒരു അധികാരമാണ് എന്നുള്ള രീതിയിൽ പോകരുത്. ടീച്ചിങ് നമ്മൾ ക്ലാസ്സുകളിൽ പഴയതല്ല, ഇപ്പോഴുള്ള കുറെ സാറുമാരുടെ വിചാരം എന്താണ്? ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളുടെ മേലുള്ള ഒരു അധികാരം എന്നുള്ള പോലെയാണ്. ഒരിക്കലും അതല്ല. ടീച്ചർ എപ്പോഴും എന്തേ ആവാൻ പാടുള്ളൂ? ഒരു ഫെസിലിറ്റേറ്റർ, അല്ലെങ്കിൽ ഒരു കൈത്താങ്ങി. അയ്യോ, അങ്ങനെ വേണ്ട. ഓക്കെ, മലയാളം ടീച്ചറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓടിക്കും. കൈത്താങ്ങിയായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ആക്ട് ആക്കാൻ പാടുള്ളൂ. മോഡേൺ ടീച്ചിങ് ഈസ് ലേണർ സെന്റേഡ്. അതായത് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ സെന്റർ ചെയ്തിട്ടുള്ളതാണ്, വിദ്യാർത്ഥിയെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ്. ഫോക്കസിങ് ഓൺ മോർ ഡെമോക്രാറ്റിക് ലേണിംഗ്. മോർ ഡെമോക്രാറ്റിക് ലേണിംഗിൽ എന്താ ഉണ്ടാവുന്നത്? ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ, ഇത് വീണ്ടും വീണ്ടും പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ്. ഫെസിലിറ്റേറ്റർ ആയിട്ടാണ് ടീച്ചർ ആക്ട് ആവുന്നത്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? ഫെസിലിറ്റേറ്റീവ് ആണ്, നോട്ട് അതോറിറ്റേറിയൻ ആവരുത്. ഓക്കെ, അതേപോലെ ഫോർമലും ഇൻഫോർമലും ആയിട്ട് നമുക്ക് പഠിപ്പിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ എങ്ങനെയാ? ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫോർമൽ ആയിട്ട് ക്ലാസ് റൂമുകളിൽ മാത്രം വെച്ച് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇൻഫോർമൽ ആണെച്ചാലോ നമുക്ക് ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കാം. അതേപോലെ പ്ലേ ഗ്രൗണ്ടുകളിലോട്ട് ഇറങ്ങിച്ചെന്ന്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റീസിലോട്ട് ഇറങ്ങിച്ചെന്നിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിലൂടെ പഠിപ്പിക്കാം. അതായത് ക്ലാസ് റൂമിൽ ഒതുങ്ങിക്കൂടാതെ പുറത്ത് സൈഡിൽ അല്ലെങ്കിൽ പുറം ലോകത്തോട്ട് എത്തിച്ചെന്ന് കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് പഠിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? ഇൻഫോർമൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ബോത്ത് ഫോർമൽ ആയിട്ടും പഠിപ്പിക്കണം, ടീച്ചിങ്ങിൽ ഇൻഫോർമൽ ആയിട്ടും പഠിപ്പിക്കണം. അതേപോലെ പഠിപ്പിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്തായിട്ട് പഠിപ്പിക്കണം? ലേണർ സെന്റേഡ് ആയിട്ടാണ് പഠിപ്പിക്കാൻ നോക്കേണ്ടത്. ഫോക്കസ് ഈസ് ഓൺ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. കുട്ടിയുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഫോക്കസ് ചെയ്യേണ്ടത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം ആണ് എന്ത്? ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ കുട്ടിയുടെ.
ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഓൺ സ്റ്റുഡൻസ്, നോട്ട് പാസീവ് ലിസണിങ്. പണ്ടത്തെ പോലെ ക്ലാസ്സിൽ ടീച്ചർ ഒന്ന് പറയുന്നു, ഓരോന്ന് പറയുന്നു, എന്താ അതെങ്ങനെയാണ് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഓരോന്ന് പറയുന്നു, കുട്ടി എന്ത് ചെയ്യുന്നു, പാസീവായിട്ട് അത് കേട്ടിരിക്കുന്നു. കുട്ടി വീട്ടിൽ പോകുന്നു, ഈ സാധനം എന്താണെന്ന് മനസ്സിലാക്കാതെ ചുമ്മാ കാണാപ്പാഠം പഠിക്കുന്നു. പാസീവായിട്ട് ഓരോന്ന് ഇങ്ങനെ വായിച്ച് വായിച്ച് ചുമ്മാ കാണാപ്പാഠം പഠിക്കുന്നു. അർത്ഥം അറിയേണ്ട, കൺസെപ്റ്റ് അറിയേണ്ട കുട്ടി അത് പഠിക്കുന്നു. കാര്യമുണ്ടോ? കാര്യമില്ല. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ലേണർ സെന്റേർഡ് ആയിട്ട് അല്ലെങ്കിൽ കൺസെപ്റ്റ് മനസ്സിലാക്കി കൺസെപ്റ്റ് ഓറിയന്റഡ് ആയിട്ട് വേണം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ ഓരോ ടൈപ്പ് ടീച്ചിങ് ആണ്. അപ്പൊ നമുക്ക് ഇതെല്ലാം ഒറ്റ ഇതില് അല്ലെങ്കിൽ ലേണർ സെന്റേർഡ് ആയിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പാടൂ, അല്ലെങ്കിൽ ഫോർമലായിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പാടൂ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇന്ററാക്റ്റീവ് ആയിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ, ഗോൾ ഓറിയന്റഡ് ആയിട്ട് മാത്രമേ പഠിപ്പിക്കാൻ പാടുള്ളൂ. ഒന്ന് പഠിപ്പിക്കുമ്പോൾ ഗോൾ ഓറിയന്റഡ് മാത്രമേ നോക്കാവൂ, അങ്ങനെയല്ല. നമുക്കത് മിക്സ് ചെയ്തിട്ട് വേണം പഠിക്കാൻ. ഓക്കെ, അറ്റ് എ ടൈമിൽ നമുക്ക് ചിലപ്പോൾ രണ്ടുമെണ്ണം ഒരുമിച്ചിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്നുണ്ടാവും. അതേപോലെ ഒന്നാണ് ട്രാൻസ്ഫോർമേറ്റീവ് ലേണിംഗ്. ട്രാൻസ്ഫോർമേറ്റീവ് ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് ടീച്ചിങ് ചേഞ്ചസ് നോട്ട് ജസ്റ്റ് നോളേജ് ലെവൽ ബട്ട് ആൾസോ ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ്, സ്കിൽസ് ഓഫ് ലേണേഴ്സ്. അപ്പോൾ നല്ല രീതിയിൽ ഒരു ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ആ ടീച്ചർ എന്താണ് നോക്കേണ്ടത്? ആ പാഠപുസ്തകത്തിലെ കാര്യങ്ങൾ മാത്രമല്ല നോക്കേണ്ടത്, അതിലുപരി ആ കുട്ടിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, സ്കിൽസ്, ഇതെല്ലാം പോസിറ്റീവായിട്ട് എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാമെന്നാണ് നോക്കേണ്ടത്. അപ്പൊ നല്ലൊരു ടീച്ചിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ക്ലാസ് റൂമിലെ കുട്ടികളുടെ നോളജ് ലെവൽ കൂട്ടാം. അതോടൊപ്പം തന്നെ ആ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡ്, വാല്യൂസ്, സ്കിൽസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോസിറ്റീവായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും, അല്ലേ? ഇനി ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നുള്ള എഡ്ഗർ ഡെയിൽ, അദ്ദേഹത്തിന് ഒരു കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താന്ന് നോക്കാം നമുക്ക്. അതായത് എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ്. ഇപ്പൊ പ്രത്യേകിച്ചൊന്നുമില്ല. പുള്ളി എന്താ പറഞ്ഞത്? പുള്ളി പറഞ്ഞത് എഡ്ഗർ ഡെയിൽ. ഓക്കെ, എഡ്ഗർ ഡെയിൽ. എഡ്ഗർ ഡെയിൽ ആണ് കോൺ ഓഫ് എക്സ്പീരിയൻസ്. അതായത് കോൺ ഓഫ് എക്സ്പീരിയൻസിൽ നമ്മൾ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു 5-6 പാർട്ടായിട്ട് നമ്മൾ മാറ്റി അദ്ദേഹം. അതേപോലെ ഈ 6 പാർട്ടിലെ താഴത്തെ പാർട്ട്, ഏറ്റവും താഴത്തെ പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അയാൾ പറഞ്ഞു. അതായത് കുട്ടിയുടെ ബേസിക് കാര്യങ്ങൾ നമുക്ക് കുട്ടിക്ക് മനസ്സിലാക്കുക. ഒരു കുട്ടി ചെറുതാവുമ്പോൾ പഠിക്കുന്നത് നമുക്ക് ഇത് കാണുന്നത് ആനയാണ്, അല്ലെങ്കിൽ കണ്ടിട്ടൊക്കെ പഠിക്കില്ലേ കുട്ടി? അതായത് ഇതാ ഡൂയിങ് ദ റിയൽ തിങ്. ആ കുട്ടി എന്ത് ചെയ്യുന്നു? ചെറിയൊരു കുട്ടി നടക്കാൻ പഠിക്കുന്നു, നടക്കൽ എന്നുള്ള, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടാൻ പഠിക്കുന്നു. എന്താണത്? അതൊരു റിയൽ തിങ് ആണ്, കുട്ടി ചെയ്യുന്ന ശരിക്കുള്ള ഒരു കാര്യമാണ്. അതേപോലെ സ്റ്റിമുലേറ്റിംഗ് റിയൽ എക്സ്പീരിയൻസ്. ചേട്ടൻ ഒരു ബൈക്ക് ഓടിക്കുന്നത് കണ്ടിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? സൈക്കിൾ അതേപോലെ ആക്സിലേറ്ററിൽ ഇങ്ങനെ തിരിച്ച് നോക്കുന്നു. അതെന്താണ്? ഒരു റിയൽ എക്സ്പീരിയൻസിനെ സിമുലേഷൻ നടത്തുന്നതാണ്, അല്ലെങ്കിൽ ഒരു ഡ്രാമാറ്റിക് പ്രസന്റേഷൻ നടത്തുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഭാഗങ്ങളെ അവരെന്ത് പറഞ്ഞു? ആക്റ്റീവ് ലേണിംഗ് നടക്കുന്ന ഭാഗങ്ങളായിട്ട് എഡ്ഗർ ഡെയിൽ തിരിച്ചു. അതേപോലെ പാർട്ടിസിപ്പേഷൻ ഇൻ എ ഡിസ്കഷൻ. ഒരു ഡിസ്കഷനിൽ കുട്ടി പങ്കുചേരുന്നു. അതേപോലെ കുട്ടി ഒരു ടോക്ക് ഗീവ് ചെയ്യുന്നു. ഒരു കുട്ടി സംസാരിക്കാൻ, അല്ലെങ്കിൽ ഒരു പ്രസംഗം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കുന്നു. അപ്പൊ ആ കുട്ടി എന്ത് ചെയ്യുന്നു? റിസീവിങ് ആൻഡ് പെർസെപ്ഷൻ ചെയ്യുന്നു. ഓക്കെ, അതേപോലെ വരുന്നതാണ് ബാക്കിയുള്ള 4 ലെവലിലാണ് എന്ത് വരുന്നത്? പാസീവ് ലെവലും ആക്റ്റീവ് ലെവലും ആണുള്ളത്. അപ്പൊ ഈ ആക്റ്റീവ് ലെവല് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുട്ടി നേരിട്ട് കാണുന്ന, അല്ലെങ്കിൽ കുട്ടി ഡയറക്റ്റ് ചെയ്യുന്ന സാധനങ്ങൾ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്? അപ്പോ എഡ്ഗർ ഡെയിലിന്റെ കോൺ ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ലേണിംഗ്. അപ്പോ ഡെയിൽസ് കോൺ ഓഫ് എക്സ്പീരിയൻസ് ലേണിംഗ് അഥവാ എഡ്ഗർ ഡെയിൽ. ഓക്കെ, എഡ്ഗർ ഡെയിൽ ആണ് ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത്. എഡ്ഗർ ഡെയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ പഠിക്കുന്നത് എപ്പോഴും ഒരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അദ്ദേഹം ഒരു കോണ്, ഓക്കെ, ഇതേപോലെ ഒരു കോണ് തുടങ്ങി വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ബേസ് പഠിക്കുന്നത് എപ്പോഴും എന്തായിരിക്കും? കോൺക്രീറ്റ് ആയിട്ടുള്ളത്, അതായത് അടിത്തറയുള്ള, നമുക്ക് എല്ലാം കാര്യമായിട്ട് അറിയുന്ന, വ്യക്തമായി അറിയുന്ന കാര്യങ്ങളിൽ. ഇപ്പൊ 1+1 അടിത്തറ. ഓക്കെ,
1+1 എന്താണ്? 2 അറിയാം. 2 × 3 എന്താണ്? 6 അറിയാം. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടായിരിക്കും നമ്മൾ പഠിക്കാൻ തുടങ്ങുന്നത്. അതിൽ നിന്ന് നമ്മൾ കയറി 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 ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യും? വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടുള്ളതിലേക്ക് എത്തും, അഥവാ സിംബോളിക് ആയിട്ടുള്ളതിലേക്ക് എത്തും. ഇതിനെ 3 രീതിയിലേക്ക് അദ്ദേഹം മാറ്റിയത്. ആക്റ്റീവ് ലേണിംഗ്, ആക്റ്റീവ് ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്, പാസീവ് ഭാഗമായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ 3 ലെവലിൽ ഈ അടിഭാഗത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഇനാക്റ്റീവ്. ഓക്കെ, കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഇനാക്റ്റീവ്. ഓക്കെ, ഇത് ആനയാണ്, ഇത് പാമ്പാണെന്നുള്ള കുട്ടിക്ക് വ്യക്തമായിട്ടുള്ള മനസ്സിലാവുന്നുണ്ട്. നടക്കാൻ അറിയുന്നുണ്ട് കുട്ടി. കണക്ക് 1+1=2 അറിയുന്നുണ്ട്. അതേപോലെ ഐക്കോണിക് ഐക്കൺസിനെ വെച്ചിട്ട് ഐക്കൺസിനെ വെച്ച് മനസ്സിലാക്കുന്ന കാര്യങ്ങളിനെ 2ാമത്തെ ലെവലായിട്ട് തിരിക്കുന്നു. 3ാമത്തെ ലെവലായിട്ട് പറയുന്നത് അബ്സ്ട്രാക്റ്റ് ആയിട്ട്, അതായത് കുട്ടി ഊഹിച്ചെടുക്കുന്ന അല്ലെങ്കിൽ കുട്ടി ഊഹിച്ച് പഠിക്കുന്ന കാര്യങ്ങൾ അബ്സ്ട്രാക്റ്റ് ലെവലിൽ വരുന്നു. ഇങ്ങനെ 3 ലെവലായിട്ടാണ് എന്ത് മാറ്റിയിട്ടുള്ളത്? എഡ്ഗർ ഡെയില് കോൺ ഓഫ് എക്സ്പീരിയൻസ് എന്നുള്ള കാര്യം മാറ്റിയിട്ടുള്ളത്. ഇപ്പൊ ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അതായത് എന്താണ്? നമുക്ക് ബേസിക്കില് അടിയിൽ വരുന്നത് എന്താണ്? ഡൂയിങ് ദ റിയൽ തിങ്. കറക്റ്റ് ആയിട്ടുള്ള കാര്യം എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് കുട്ടി ചെയ്ത് അതേപോലെ ചെയ്യുന്നു. അല്ലെങ്കിൽ ഒരു സിമുലേഷൻ ചെയ്യുന്നു. ആ റിയൽ തിങ്ങിന്റെ റിയൽ തിങ്ങിനെ പോലെ തന്നെയുള്ള ഒരു കാര്യം സിമുലേറ്റ് ചെയ്യുന്നു. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ബൈക്ക് ഓടിക്കുന്നതിനെ സിമുലേറ്റ് ചെയ്തിട്ട് നമ്മൾ സൈക്കിളിൽ ആക്സിലേറ്റർ കൊടുക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ഡൂയിങ് എ ഡ്രാമാറ്റിക് പ്രസന്റേഷൻ, നമ്മൾ ചെയ്യാൻ സാധനങ്ങളെ. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ അവര് 90% ഓഫ് ദ വാട്ട് ബോത്ത് സേ ആൻഡ് ഗോ, അത്രയും സാധനങ്ങൾ 90% കാര്യങ്ങൾ അവർ ഓർമ്മിച്ച് വെക്കും. എന്നാൽ അതേപോലെ ഒരു ടാക്ക് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കുട്ടി ടാക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആ കാര്യം മനസ്സിലാക്കിയിട്ട് ടാക്ക് കൊടുക്കുള്ളൂ. അതേപോലെ ഒരു ഡിസ്കഷനിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ അത്രയും വളരെ ശ്രദ്ധിച്ചിരിക്കുള്ളൂ. അപ്പോൾ 70% കാര്യങ്ങളാണ് നമ്മൾ അതിൽ റിമൈൻഡ് ചെയ്യുന്നത്. എന്നാൽ കൂടി വരുന്നത്, ലെവൽ കൂടി വരുമ്പോൾ, അതായത് പാസീവിലോട്ട് വരുന്നു, പാസീവ് ലേണിങ്ങിലോട്ട്. ആക്റ്റീവ് ലേണിംഗ് ഉണ്ട്, കുട്ടി ആക്റ്റീവ് ആയിരിക്കുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്റ്റീവ് ലേണിംഗ്. പാസീവ് ലേണിങ്ങിലോട്ട് പോകുന്നത് കുട്ടി പാസീവ് ആയിട്ടാണ് പോകുന്നത്. സീയിങ് ഇറ്റ് ഡൺ ഓൺ ലൊക്കേഷൻ, ആ ലൊക്കേഷനിൽ വേറൊരാൾ ചെയ്യുന്നത് കാണുന്നു, അല്ലെങ്കിൽ വേറൊരാള് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് കാണുന്നു, അല്ലെങ്കിൽ ഒരു എക്സിബിറ്റ്, ഒരു കാര്യങ്ങൾ ചെയ്യുന്നത് ലുക്ക് ചെയ്യാം, നമ്മൾ കാണുന്നേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നില്ല. വാച്ചിങ് എ മൂവി. ഇപ്പൊ ഈ വാച്ചിങ് എ മൂവി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമയിൽ 100% നമ്മൾ ഓർത്തു വെക്കില്ല. 50% മാത്രമേ, അവർ കേൾക്കുന്നതിലും കാണുന്നതിലും 50% മാത്രമേ നമ്മൾ ഇവിടെ ആകുമ്പോഴേക്കും എത്തുന്നുള്ളൂ, ആലോചിച്ച് വെക്കുന്നുണ്ടാവുള്ളൂ. അതേപോലെ ഒരു ചിത്രത്തിൽ നോക്കുമ്പോൾ, നമ്മൾ ഒരു ഗ്രാഫിലോട്ട് നോക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവുള്ളൂ 30%. ഇനി അതേപോലെ ഞാൻ ഇപ്പൊ പറയുന്നത് മാത്രം കേൾക്കാണ് വിചാരിച്ചോളൂ. പറയുന്നത് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ? അതിലെ 20% വളരെ വേണ്ടപ്പെട്ട ഇമ്പോർട്ടന്റ് എന്ന് ഞാൻ പറയുന്ന 20% കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതേപോലെ നമ്മൾ റീഡ് ചെയ്യുമ്പോൾ സ്വന്തമായിട്ട് റീഡ് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് അല്ലെങ്കിൽ നമ്മൾ നോട്ട് ചെയ്ത് വെക്കുന്ന 10% മാത്രം, വെറും 10% മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ? റിമെമ്പർ ചെയ്യുള്ളൂ. അങ്ങനെ കോൺക്രീറ്റിൽ നിന്ന് അബ്സ്ട്രാക്റ്റിലേക്കുള്ള ഒരു വളർച്ചയാണ് എന്തിൽ കാണിക്കുന്നത്? നമ്മളുടെ എഡ്ഗർ ഡെയിലിന്റെ എക്സ്പീരിയൻസ് പോയിന്റ് ലേണിംഗ് കോണിലോട്ട് കാണിക്കുന്നത്. ഓക്കെ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ? ഓക്കെ. അടുത്തതായിട്ട് വരുന്നതാണ് എന്ത്? ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നാണ് നോക്കുന്നത്. ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡെലിവറിങ് ദ കണ്ടന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു, പഠിപ്പിക്കുന്ന എന്താ? വെറും ഒരു കണ്ടന്റ് അങ്ങ് ഡെലിവറി ചെയ്യലെന്ന് മാത്രമല്ല. അല്ലല്ലോ, കുട്ടിക്ക് കാര്യങ്ങൾ മനസ്സിലാക്കണ്ടേ? എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത്. അക്വിസിഷൻ ഓഫ് നോളേജ്, അപ്ലൈയിങ് ഓഫ് നോളേജ്, ആ നോളേജ് അപ്ലൈ ചെയ്യാൻ കുട്ടിക്ക് പഠിക്കണ്ടേ? അതേപോലെ തന്നെ ഷേപ്പിംഗ് ദ ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ നമ്മൾ ഒരു പഠിത്തത്തിലൂടെ, അല്ലെങ്കിൽ ടീച്ചർ കിട്ടിയ നോളജിലൂടെ, ടീച്ചർ നൽകിയ നോളജിലൂടെ ആ കുട്ടിയുടെ ഒരു നോളേജ് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപകാരപ്പെടണ്ടേ? അല്ലേ? ഇത് ക്രിയേറ്റിംഗ് ഡിസൈറബിൾ ബിഹേവിയർ ഓൺ സ്റ്റുഡൻസ്. സ്റ്റുഡന്റിന്റെ ഒരു ഡിസൈറബിൾ ആയിട്ടുള്ള ബിഹേവിയർ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ടീച്ചിങ് ഉതകണ്ടേ? അതൊക്കെയാണ് എന്ത്? ടീച്ചിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ടീച്ചിങ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഡെലിവറിംഗ് ദ കണ്ടന്റ്, ഇറ്റ് ഹാസ് സർട്ടൈൻ ഗോൾസ് ദാറ്റ് ഗൈഡ്സ് ഓൾ പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ടീച്ചിങ് ആർ 3 ലെവൽസ്. മെയിൻ ആയിട്ട് 3 ലെവലായിട്ടാണുള്ളത്. എന്താണ്? നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് വാല്യൂസ്. കുട്ടിയുടെ വിവരം, അതേപോലെ കുട്ടിക്ക് ഉണ്ടാകുന്ന കഴിവുകൾ, സ്കില്ലുകൾ, അതേപോലെ കുട്ടിയുടെ മോറൽ വാല്യൂസ്, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കണം എന്ത്? ഒരു നല്ല ടീച്ചിങ് നടക്കേണ്ടത്. ഓക്കെ, നല്ല ടീച്ചിങ്ങിലൂടെ നമ്മൾ എത്തിപ്പെടേണ്ടത്. അപ്പോ
അപ്പൊ നമ്മളിങ്ങനെ മീനിങ് ഫുൾ ടീച്ചിങ്ങിലൂടെ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് നടക്കുന്നത്? ഒരു മീനിങ് ഫുൾ ടീച്ചിങ് ആണ് അല്ലേ? കുട്ടിയുടെ നോളേജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, വാല്യൂസ് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഒരു മീനിങ് ഫുൾ ടീച്ചിങ്, മീനിങ് ഫുൾ ടീച്ചിങ് ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ആ മീനിങ് ഫുൾ ടീച്ചിങ്ങിലൂടെ നമുക്ക് എന്തൊക്കെ നേടാൻ പറ്റും? ഒരു എൻറിച്ച് ആയിട്ടുള്ള എൻവിയോൺമെന്റ് നമുക്ക് നേടാൻ പറ്റും അല്ലേ? അതായത് നമുക്ക് കുട്ടിയെ മനസ്സിലാക്കി, കുട്ടിക്ക് നമ്മൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഞാൻ പറയുകയാണ് 1+1 2 കുട്ടിക്ക് മനസ്സിലായി എന്ന് പഠിപ്പിച്ചു കൊടുത്തത്. അപ്പൊ ഞാൻ പുതിയൊരു എൻവിയോൺമെന്റ് ആയിട്ട് എന്ത് കൊടുക്കുന്നു? 3+2 എന്നുള്ള എൻവിയോൺമെന്റ്. ഇപ്പൊ എന്താണത്? 5 എന്ന് കുട്ടി പറയുകയാണെന്ന് വെച്ചാൽ എന്താണ്? ഞാൻ പഠിപ്പിച്ചത് കറക്റ്റ് ആണ്, കുട്ടിക്ക് ആ കാര്യം മനസ്സിലായിരുന്നു. അതേപോലെ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിൽ എന്ത് നമുക്ക് പറ്റും? ഇമ്പ്രൂവ് ചെയ്യണം അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ ക്രിട്ടിക്കൽ തിങ്കിങ്. ഞാനൊരു മോറൽ വാല്യൂ പഠിപ്പിക്കുകയാണ്. അപ്പൊ കുട്ടീനെ ഒരു എക്സാമ്പിളിൽ പറയുകയാണെന്ന് വെച്ചാൽ ആ മോറൽ വാല്യൂ ആയിട്ട് ഞാൻ പറയുകയാണ്, ഞാൻ ബസ്സിൽ പോയപ്പോ എന്താണ്, ഒരു വയസ്സായ ഒരാള് നീച്ചു നിൽക്കുന്ന കണ്ടു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? അയാൾക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ സീറ്റ് നീച്ചു കൊടുത്തു. അപ്പോൾ കുട്ടി അടുത്ത ദിവസം ഇതേപോലെ വരികയാണ്. അന്ന് ഒരു വയസ്സായ ആളിന് പകരം എന്താണ്, പകരം ഒരു ഗർഭിണിയായിട്ടുള്ള ഒരു സ്ത്രീയാണ് വരുന്നത് വിചാരിച്ചോളൂ. അപ്പൊ ഗർഭിണിയായ ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് കുട്ടി നീച്ചു കൊടുക്കുകയാണ്. അപ്പൊ എന്താണ്? സിനാരിയോ വേറെയാണ്, പക്ഷെ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് അവിടെ ഡെവലപ്മെന്റ് ആയി. കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിലുള്ള മോറൽ ഡെവലപ്മെന്റ് അവിടെ വന്നു. കുട്ടിക്ക് എന്ത് മനസ്സിലായി? ഗർഭിണിക്ക് വേണ്ടിയിട്ട്, ആ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സീറ്റ് നീച്ചു കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? നമ്മൾ പഠിപ്പിച്ച രീതി കറക്റ്റ് ആണ് എന്ന് മനസ്സിലായി. അതേപോലെ ഒരു 360 ഡിഗ്രി ഡെവലപ്മെന്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹോളിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ടീച്ചിങ്ങിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് വരുന്നത്, നമ്മളുടെ ബ്ലൂംസ് ടാക്സോണമി. ബ്ലൂംസ് ടാക്സോണമി വളരെ ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം നമ്മളുടെ മുന്നത്തെ UGC പരീക്ഷകളും അല്ലച്ച വേറെ പരീക്ഷകളൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൽ എപ്പോഴും വരുന്ന ഒരു കാര്യമാണ് എന്ത്? ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ നമ്മൾ ആദ്യം ടാക്സോണമിയിൽ തുടങ്ങാം. എന്താണ് ടാക്സോണമി എന്നുള്ള വാക്ക് വരുന്നത്? എങ്ങനെയാണ് വന്നത്? ടാക്സിസ് എന്ന വാക്കിൽ നിന്നും അതേപോലെ നോമാസ് എന്ന വാക്കിൽ നിന്നുമാണ് എന്തുണ്ടാവുന്നത്? ടാക്സോണമി എന്ന വാക്കുണ്ടാവുന്നത്. അപ്പൊ ഇതിൽ ടാക്സിസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താ? വേറൊന്നുമല്ല, ക്ലാസിഫിക്കേഷൻ. ടാക്സിസിന്റെ അർത്ഥം എന്താ? ക്ലാസിഫിക്കേഷൻ. എന്നാൽ നോമാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? സയൻസ്. ഓക്കെ, 2 ഗ്രീക്ക് വാക്കുന്നതാണ്. ടാക്സിസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ എന്നർത്ഥം വരുന്ന ടാക്സിസ് എന്നും നോമാസ് എന്നുള്ള സയൻസ് എന്നർത്ഥം വരുന്ന നോമാസും കൂടി ചേർത്തിട്ട് എന്തുണ്ടായി? ടാക്സോണോമി അഥവാ സിസ്റ്റമാറ്റിക് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ സയന്റിഫിക് ക്ലാസിഫിക്കേഷൻ ഓഫ് ഒബ്ജക്ട്സ് ഓർ തിങ്സ് എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് എന്ത്? ടാക്സോണോമി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം. ഓക്കെ, മനസ്സിലായില്ലേ? ഇനി നമ്മളിവിടെ പറയാൻ എന്താ കാരണം? ബ്ലൂംസ് ടാക്സോണമി. ആരായിരുന്നു ബ്ലൂം? ബെഞ്ചമിൻ ബ്ലൂം. 1956 ഉണ്ടായിരുന്ന ഒരു സൈക്കോളജിസ്റ്റ് ആണ്. ആര്? ബെഞ്ചമിൻ ബ്ലൂം. അപ്പോൾ നമ്മളുടെ ടീച്ചിങ് ആയിട്ടുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബെഞ്ചമിൻ ബ്ലൂമിന്റെ ടാക്സോണമി ഒരു 3 ഡൊമൈനിലോട്ടാണ് നമ്മൾ തിരിക്കുന്നത്. അതായത് നമ്മളുടെ എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ബ്ലൂം എന്ത് ചെയ്തു? എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സിനെ ബ്ലൂം എന്ത് ചെയ്തു? 3 ഡൊമൈനിലോട്ടാക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തു. ഓക്കെ, ഈ 3 ഡൊമൈനും കൂടി ചേർത്ത് പറയുന്നതാണ് എന്ത്? ഇതിനെ 3 തരത്തിലാക്കി മാറ്റിയ ക്ലാസിഫിക്കേഷനെ പറയുന്ന പേരാണ് എന്ത്? ടാക്സോണമി. ഓക്കെ, അപ്പൊ അതിലത്തെ ഏതാണ് ആ 3 ഡൊമൈന്? വളരെ ഇമ്പോർട്ടന്റ്. ആദ്യത്തെ ഡൊമൈൻ ആണ് എന്ത്? കൊഗ്നിറ്റീവ് ഡൊമൈൻ. കൊഗ്നിറ്റീവ് ഡൊമൈൻ. രണ്ടാമത്തെ ഡൊമൈനിന്റെ പേരാണ് എന്ത്? അഫക്റ്റീവ് ഡൊമൈൻ. അയ്യോ, രണ്ടാമത്തെ ഡൊമൈനിന്റെ പേരാണ് എന്ത്? അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈൻ. മൂന്നാമത്തെ ഡൊമൈനിന്റെ പേരാണ് എന്ത്? സൈക്കോ മോട്ടോർ ഡൊമൈൻ. ഈ 3 ഡൊമൈനും കൂടി ചേർന്നിട്ടുള്ളതാണ് എന്ത്? നമ്മളുടെ ബ്ലൂംസ് ടാക്സോണമി. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബ്ലൂംസ് ടാക്സോണമിയിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 3 ഡൊമൈൻ ആണ് ഇതാ കാണുന്നത്. അപ്പോ ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓരോ ഡൊമൈനും എന്തുമായിട്ടാണ് റിലേറ്റ് ആവുന്നത്. നമ്മൾ പഠിക്കുന്നതിന്റെ
ഓക്കെ, ഒരു കുട്ടി പഠിച്ചു വരുമ്പോൾ ഏത് ഡൊമൈനാണ് ഇവിടെ വളർന്ന് വലുതാവുന്നതെന്ന് മനസ്സിലാവാൻ പറ്റും. ഓക്കെ, എന്താണ് കൊഗ്നിറ്റീവ്? കൊഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബൗദ്ധിക മണ്ഡലം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബൗദ്ധിക മണ്ഡലം, ബൗദ്ധിക മണ്ഡലം. ഓക്കെ, ഭൗതിക മണ്ഡലം, ഭൗതിക മണ്ഡലത്തിലെ ഒരു ഡെവലപ്മെന്റ്. അതേപോലെ അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് എന്നുള്ളത് അഫെക്ഷൻ അഥവാ എന്താണ് നമ്മളുടെ ഹേർട്ട്, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയണം, ഫീലിങ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതേപോലെ സൈക്കോമോട്ടർ ഡൊമൈൻ. സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൈക്കോമോട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ആദ്യം ഓർമ്മ വേണ്ട എന്താണ്, നമ്മളുടെ ഹാൻഡ് എന്ന് ആലോചിച്ചാൽ മതി. സൈക്കോമോട്ടർ, ഓക്കെ, ഹാൻഡ് അല്ലെങ്കിൽ ബോഡി, നമ്മളുടെ ശരീരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, നടക്കുക, നിൽക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. എന്നാൽ ഇതെന്താ, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ബ്രെയിനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ചിന്തിക്കുന്നതൊക്കെ, അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ്. ഓക്കെ, ഇത് അങ്ങനെ മൂന്ന്. നമ്മളുടെ ഫീലിങ്സ് അല്ലെങ്കിൽ അഫെക്ഷൻസ്, അതൊക്കെയാണ് എന്തിൽ വരുന്നത്, അഫക്റ്റീവ് ഡൊമൈൻ. ഇങ്ങനെ 3 ഡൊമൈൻ ആയിട്ട് എന്ത് ചെയ്തു നമ്മളുടെ ബ്ലൂം നമ്മളുടെ പഠനത്തിനെ തിരിച്ചു. ഓക്കെ, ആ 3 നമ്മൾ വ്യക്തമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അപ്പൊ ആദ്യത്തേത് വരുന്നത് ഏതാണ്, കൊഗ്നിറ്റീവ് ഡൊമൈൻ. കൊഗ്നിറ്റീവ് ഡൊമൈൻ അല്ലേ? കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്താ പറയുന്നത്, ബെഞ്ചമിൻ ബ്ലൂം ആണ് ഉണ്ടാക്കിയത്. 1956 ആരുണ്ടാക്കിയത്, ബെഞ്ചമിൻ ബ്ലൂം കോഗ്നിറ്റീവ് ഡൊമൈൻ ഉണ്ടാക്കിയത്. എന്നാൽ അഫക്റ്റീവ് ഡൊമൈൻ ആരാ, ക്രാപ്പോളും ബ്ലൂമും മെരിയും കൂടി ചേർന്നിട്ട് 1964 കണ്ടുപിടിച്ചത്. അതേപോലെ മൂന്നാമത്തെ ഡൊമൈൻ ആയിട്ടുള്ള സൈക്കോമോട്ടർ ഡൊമൈൻ സിംസണും ഡേവും ഹാരോയും കൂടി 1972 ഇതിലേക്ക് ഉൾച്ചേർക്കാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അങ്ങനെയാണ് എന്ത് ബ്ലൂംസ് ടാക്സോണമി 3 ഡൊമൈൻ ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇനി കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്താ? കൊഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമല്ല, ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ് എന്തിൽ, ഇന്റലക്ച്വൽ ആയിട്ടുള്ള എബിലിറ്റീസ് അഥവാ നോളേജ്, കുട്ടിയുടെ റീസണിങ് തിങ്കിങ് പവർ, കുട്ടിയുടെ തിങ്കിങ് സ്കിൽസ്, ഈ കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, കോഗ്നിറ്റീവ് ഡൊമൈൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ ഇതിന്റെ പർപ്പസ് എന്താ, ഇതിന്റെ ഫോക്കസ് ആണ് എന്ത്, കോഗ്നിറ്റീവ് ഡൊമൈൻ ഫോക്കസ് ചെയ്യുന്നത് ഡെവലപ്മെന്റ് ഓഫ് ഇന്റലക്ച്വൽ എബിലിറ്റീസ്, നോളജ്, റീസണിങ് ആൻഡ് തിങ്കിങ് സ്കിൽസ് ആണെങ്കിൽ അതിന്റെ പർപ്പസ് എന്താ, നമ്മൾ അങ്ങനെ ചെയ്തുകൊണ്ട് എന്താ കാര്യം, ടു ഓർഗനൈസ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് റിലേറ്റഡ് ടു വാട്ട് സ്റ്റുഡൻസ് ഷുഡ് നോ ആൻഡ് ഹൗ ദേ തിങ്ക്. കുട്ടികൾക്ക് എന്തറിയാം, അതിനെപ്പറ്റി കുട്ടി എങ്ങനെ ചിന്തിക്കണം എന്നുള്ള കാര്യങ്ങൾ, കുട്ടി എങ്ങനെ ചിന്തിക്കണം ഒരു വിഷയത്തെ പറ്റിയിട്ട്, കുട്ടി ആ കാര്യത്തെ എങ്ങനെ സമീപിക്കണം എന്നുള്ളത് ഇതിലാ പറയുന്നത്, ഈ കൊഗ്നിറ്റീവ് ഡൊമൈനിലാണ്. കുട്ടിയുടെ ബ്രെയിൻ വർക്ക് ആവുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുന്നത് കൊഗ്നിറ്റീവ് ഡൊമൈനിലാണ്, അല്ലേ? ആണ്. അപ്പോ ഈ കൊഗ്നിറ്റീവ് ഡൊമൈൻ നമ്മളൊരു 6 കാറ്റഗറി ആയിട്ട്, നമ്മളല്ല ബ്ലൂം ഒരു 6 കാറ്റഗറി ആയിട്ട് മാറ്റിയിട്ടുണ്ട്. 6 കാറ്റഗറി, അതിന്റെ സ്റ്റെപ്പുകൾ എങ്ങനെയാണ് നമ്മൾ അത് പഠിച്ചു വരുന്നത്, നമ്മളുടെ കൊഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ് കൂടുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ക്രിട്ടിക്കൽ തിങ്കിങ് എങ്ങനെയാണ് ഇൻക്രീസ് ആവുന്നത് എന്ന് നമ്മൾ നോക്കണം. അപ്പോ ഈ പിരമിഡിലത്തെ ആദ്യത്തെ മൂന്ന് ഭാഗങ്ങളെ നമ്മൾ എന്ത് പറയുന്നു, ഈ ആദ്യത്തെ 3 നോളേജ്, കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ, ഇത് ലോവർ ഓർഡർ തിങ്കിങ്ങിൽ വരും. ഓക്കെ, ലോവർ ഓർഡർ തിങ്കിങ്. ഓക്കെ, ഇനി അടുത്ത 3 കാര്യങ്ങൾ, ഈ 3 കാര്യങ്ങൾ അപ്പൊ എന്തായിരിക്കും, ഹയർ ഓർഡർ തിങ്കിങ്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാ കാര്യങ്ങള്, നോളേജ്, കോംപ്രഹെൻഷൻ, അപ്ലിക്കേഷൻ, അനാലിസിസ്, സിന്തസിസ്, ഇവാലുവേഷൻ. ഈ ഓരോ സ്റ്റെപ്പുകൾ, ഈ 6 സ്റ്റെപ്പും നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 6 സ്റ്റെപ്പാണ്, പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ള സ്റ്റെപ്പുകളാണ്. ഈ 6 സ്റ്റെപ്പുകളിലെ ഈ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള കാര്യം ഏതാ, അല്ലെങ്കിൽ ഏറ്റവും ബിലോ, അല്ലെങ്കിൽ ഏറ്റവും താഴത്തുള്ള, ഏറ്റവും കോൺക്രീറ്റ് ആയിട്ട് വരുന്ന കാര്യം ഏതാന്നൊക്കെ നമ്മളുടെ പരീക്ഷകളിലൊക്കെ കണ്ടുവരുന്നതാണ്. ഓക്കെ, 6th സ്റ്റെപ്പ് ഏതാണെന്ന് ചോദിക്കാം. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കണം. അപ്പൊ ഓരോ സ്റ്റെപ്പായിട്ട്, ആദ്യത്തെ സ്റ്റെപ്പ് എന്താ, നോളേജ്. നോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിവ് എന്താണ് നമ്മൾ ചെയ്യുന്നത്, ആ കുട്ടി അല്ലെങ്കിൽ വിദ്യാർത്ഥി റീകാൾ ചെയ്യുന്നു. നമ്മളുടെ കുട്ടി എന്ത് ചെയ്യുന്നു, ഫാക്ട്, ഇൻഫർമേഷൻ എന്നീ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, റീകാൾ ചെയ്യുന്നു. അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്ന് വെച്ചാൽ, ഒരു കുട്ടി ക്ലാസ്സിൽ ചെന്നിരുന്നു, ടീച്ചർ ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ചു, ആ പഠിപ്പിച്ചതിലത്തെ വളരെ വേണ്ട കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കീ ടേംസ്, അല്ലെങ്കിൽ ഫോർമുലാസ്, റൂൾസ്, ഡെഫിനിഷൻസ്, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ പേര്, അല്ലെങ്കിൽ ഒരു
ഇപ്പൊ ഐൻസ്റ്റീൻ എന്നുള്ള പേര് ആ കുട്ടി ആലോചിച്ച് വെക്കും. അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947 എന്നുള്ളത് ആ കുട്ടി ആലോചിച്ച് വെക്കുന്നു. അല്ലെങ്കിൽ അത് ഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കൊടി ഉയർത്തിയത് എന്നുള്ളത് ആ കുട്ടി ആലോചിച്ച് വെക്കുന്നു. അല്ലേ? ആണോ? അങ്ങനെ വളരെ ബേസിക് ആയിട്ടുള്ള റീകാൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും എന്തിലുണ്ടാവുന്നത്? നോളേജിൽ ഉണ്ടാവുന്നത്. ആ നോളേജ്, കിട്ടിയ നോളേജ് ഇല്ലേ, ഇപ്പൊ കുട്ടിയുടെ കയ്യിൽ എന്ത് ചെയ്തു? കുറച്ച് നോളേജ് ഉണ്ട്. അപ്പൊ ആ നോളേജ് കുട്ടി എന്ത് ചെയ്യും? കോംപ്രഹെൻഷൻ ചെയ്യും. കോംപ്രഹെൻഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഒരു ക്ലാസ്സിൽ ഒരു കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചപ്പോൾ കുറെ നോളേജ് കുട്ടിയുടെ കയ്യിൽ കിട്ടി. അപ്പൊ ആ കുട്ടിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള എല്ലാ നോളേജും കുട്ടിക്ക് വേണ്ടതാണെന്ന് കുട്ടി നോക്കില്ല. ഓക്കെ, ആ കുട്ടി എന്ത് ചെയ്യും? അതിനെ സമ്മറൈസ് ചെയ്തിട്ട്, മൊത്തമായിട്ട് എടുക്കാതെ അതിനെ സമ്മറൈസ് ചെയ്തിട്ട് ഒരു വലിയൊരു ലെസൺ അല്ലെങ്കിൽ ഒരു പാസേജിനെ ആ കുട്ടി സമ്മറൈസ് ചെയ്യും. വളരെ ചെറുതാക്കി ചുരുക്കമാക്കി മാറ്റിയിട്ട് രണ്ടാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? അതിന്റെ എക്സ്പ്ലെയിൻ കൺസെപ്റ്റ് ഇൻ ടു വൺസ് ഓൺ വേർഡ്, കുട്ടിയുടെ വേർഡില്, കുട്ടിയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ കുട്ടി മനസ്സിലാക്കിയ പോലെ കുട്ടിയുടെ മനസ്സിൽ അത് രൂപാന്തരപ്പെടും. ഇപ്പൊ ഞാൻ പറയുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടാവുന്നത്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭാഷയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായി തോന്നുന്ന കാര്യങ്ങളിലോട്ടായിരിക്കും ഇതിനെ കണക്ട് ആവുന്നത്. ഞാൻ എനിക്ക് എളുപ്പമായി തോന്നിയ കാര്യങ്ങളിലോട്ടായിരിക്കും കണക്ട് ആക്കിയിട്ടുണ്ടായിരിക്കുന്നത്. അതേപോലെ കുട്ടിയുടെ എളുപ്പമായി തോന്നുന്ന, അല്ല കുട്ടിക്ക് മനസ്സിലാവുന്ന രീതിയിലോട്ട് ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യും. കുട്ടിയുടെ വേർഡ്സിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കൊരു ഗ്രാഫിലോട്ട്, നമ്മൾ പഠിപ്പിച്ച ഒരു കാര്യം ഒരു ഗ്രാഫിലോട്ട്, അല്ലെങ്കിൽ ഒരു ടേബിളിലോട്ട്, ഒരു ചാർട്ടിലോട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുകയാണ് കുട്ടി. അതാണ് എന്ത്? കോംപ്രഹെൻഷൻ എന്ന് പറയുന്നത്. സമ്മറൈസ് ലെസൺ ഓർ എ പാസേജ്. ഓക്കെ, അതാണെന്ത് രണ്ടാമത്തെ സ്റ്റെപ്പിൽ കുട്ടി ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ എന്ത് ചെയ്യുന്നു? ആപ്ലിക്കേഷൻ. കുട്ടിയുടെ കയ്യിൽ ഇപ്പൊ എന്താണ്? നോളേജ് ഉണ്ട്. ആ നോളജിനെ കുട്ടി കോംപ്രഹെൻസ് ചെയ്തിട്ട് കുറച്ച് അറിവ്, അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുട്ടി മനസ്സിലാക്കി കുട്ടിയുടെ ഭാഷയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോ ഒരു പുതിയൊരു പ്രോബ്ലം വരുമ്പോ, ഓക്കെ, ആ കുട്ടി എന്ത് ചെയ്യും? അത് ഞാനിപ്പോ എന്താണ് കുട്ടിക്ക് കൂട്ടൽ പഠിപ്പിച്ചു കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ 1+1 എന്നുള്ള 2 കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ അത് കുട്ടിയുടെ മനസ്സിൽ കോംപ്രഹെൻസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോ പുതിയൊരു ചോദ്യം വരികയാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു പുതിയൊരു ഇക്വേഷൻ വരികയാണ്, അല്ലെങ്കിൽ 3+6 എത്രയാന്ന് ചോദിക്കുകയാണ് കുട്ടിയോട്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? പ്ലസ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായിരുന്നു. ഇപ്പൊ ഒരു മിഠായും കൂട്ടി കഴിഞ്ഞാൽ 2 മിഠായി ഉണ്ടാവും. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? അതൊരു പുതിയൊരു എൻവയോൺമെന്റിൽ, അല്ലെങ്കിൽ പുതിയൊരു എക്സാമ്പിളിലോട്ട് ഇത് അപ്ലൈ ചെയ്യാണ്. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് നമ്മൾ എന്ത് പറയുന്നു? ആപ്ലിക്കേഷൻ. അപ്ലൈ റൂൾസ് ടു ന്യൂ എക്സാമ്പിൾസ് ഓർ കേസ് സ്റ്റഡീസ്. ഇപ്പൊ ഞാനിപ്പോ ഒരു ഇക്വേഷൻ, വലിയൊരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ ഞാൻ എന്ത് ചെയ്തു? നിലവിലൊരു എന്തോ ആയിക്കോട്ടെ, നിലവിലൊരു സിനാരിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ ഞാനിപ്പോ പറയുകയാണെന്ന് വെച്ചാൽ ഓക്കെ, ഇപ്പോ റെക്ടാങ്കിളിന്റെ ഏരിയ ഞാൻ എന്താണെന്ന് പറഞ്ഞു? ഇത് എയും ഇത് ബിയും ആണ് വെച്ചാൽ എ ബി ആണെന്നുള്ള ഇക്വേഷൻ ഇതിലുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ സ്ക്വയറിന്റെ ഏരിയ എന്നുള്ള എൻ്റെ പുതിയൊരു ഭാഗത്തോട്ട് എത്തി. അപ്പൊ പുതിയ ഒരു എൻവയോൺമെന്റ് ആണ് സ്ക്വയറിന്റെ ഏരിയ. അപ്പൊ ഞാൻ എന്ത് നോക്കി? എയും ഇത് എയും ആണ്. അപ്പൊ എന്താണിത്? എ ഇൻറ്റു എ എന്ന് എഴുതാം, അല്ലെങ്കിൽ A² എന്നുള്ള ഒരു പുതിയൊരു എൻവയോൺമെന്റിൽ ഞാൻ എന്ത് ചെയ്തു? ഇത് അപ്ലൈ ചെയ്തു. അല്ലേ? അങ്ങനെ എന്ത് ചെയ്തു? സോൾവ് പ്രോബ്ലംസ് യൂസിങ് ലേൺഡ് ഫോർമുല. അല്ലേ? അതാണ് എന്ത്? ആപ്ലിക്കേഷൻ. അങ്ങനെ ദീർഘിപ്പിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല, ബേസിക് ആയിട്ട് മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്ത് ചെയ്തു? പഠിച്ച സാധനങ്ങൾ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്നതൊക്കെ എന്താണ്? ഇതിന്റെ ആപ്ലിക്കേഷനാണ്. കുട്ടി ആ നോളേജ് അപ്ലൈ ചെയ്യുന്നു. അല്ലേ? അതാണല്ലോ ഉണ്ടാവുന്നത്. ഇനി മൂന്നാമത് വരുന്നത് കഴിഞ്ഞു. നാലാമത് വരുന്നതാണ് എന്ത്? നമ്മളുടെ അനാലിസിസ് ചെയ്യാം. കുട്ടി എന്താണ് കുട്ടിയുടെ ഉള്ള നോളേജ്, ഇപ്പൊ അപ്ലൈ ചെയ്ത കാര്യങ്ങളിൽ നിന്നുള്ള ഔട്ട്പുട്ടും ഒക്കെ ആയിട്ട് വെച്ച് കുട്ടി അനലൈസ് ചെയ്യാണ്. എന്താണ് കിട്ടിയ നോളേജ്? കറക്റ്റ് ആണോ? ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഫാക്ട് ആൻഡ് ഒപ്പീനിയൻ. ആ ഒരു ഫാക്റ്റും അവന്റെ ഒപ്പീനിയനും, അല്ല വേറൊരാളുടെ ഒപ്പീനിയൻ, അല്ലെങ്കിൽ രണ്ടാളുകളുടെ കമ്പയർ ചെയ്യുന്നു, രണ്ട് കോൺസെപ്റ്റ്സ് കുട്ടി കമ്പയർ ചെയ്യുന്നു. അവിടേക്ക് എന്തുണ്ടാവുന്നു? കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ആണ് നമ്മൾ വളരുന്നത്. കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് ഇൻക്രീസ് ചെയ്യുക ചെയ്യുന്നത്. ഓക്കെ, കുട്ടിയുടെ കോഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ വളരെയാണ് ചെയ്യുന്നത്. ഐഡന്റിഫൈ ദ കോസ് ആൻഡ് എഫക്ട് ഓഫ് റിലേഷൻഷിപ്സ്, റെക്കഗ്നൈസ് ദ അസംപ്ഷൻസ് ഓർ ബയാസസ് ഇൻ ദ ആർഗ്യുമെന്റ്സ്. ഇപ്പോ രണ്ടുപേര് തമ്മിലുള്ള ആർഗ്യുമെന്റ്സ്, രണ്ട് സയന്റിസ്റ്റുകൾ തമ്മിലുള്ള ആർഗ്യുമെന്റ്സ് ആണ് വിചാരിച്ചോളൂ. അത് തമ്മിലുള്ള ബയാസ്, അയാൾ പറയുന്ന രണ്ട് തിയറികൾ തമ്മിലുള്ള, ആ രണ്ട് സയന്റിസ്റ്റ് പറയുന്ന തിയറികൾ തമ്മിലുള്ള വ്യത്യാസം ആ കുട്ടി മനസ്സിലാക്കിയെടുക്കുമ്പോൾ എന്താണ്? ആ കുട്ടിയുടെ അനാലിസിസ് കംപ്ലീറ്റ് ആവുന്നു, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ക്രിട്ടിക്കൽ തിങ്കിങ് വളരുന്നു എന്ന് മനസ്സിലാക്കാം. അഞ്ചാമത്തെ സ്റ്റെപ്പായിട്ട് വരുന്നതാണ് എന്ത്? സിന്തസിസ്. കുട്ടിക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി, കുട്ടിക്ക് അനാലിസിസ് ചെയ്യാൻ പഠിച്ചു. ഇനി കുട്ടി സ്വന്തമായിട്ട് ഒരു പുതിയൊരു കാര്യം ഡിസൈൻ ചെയ്യാൻ തുടങ്ങുകയാണ്. ഡിസൈനിങ് എ പ്ലാൻ, പ്രൊജക്ട് ഓർ എക്സ്പെരിമെന്റ്. കുട്ടിയുടേതായിട്ട് ഒരു പുതിയൊരു എക്സ്പെരിമെന്റ് ചെയ്യാൻ തുടങ്ങുകയാണ്. അല്ലേ? അപ്പോ കുട്ടി എന്ത് ചെയ്യും? ഡെവലപ്പ് എ ന്യൂ മെത്തേഡ് ഓർ പ്രോസസ്. കുട്ടിയുടെ ആയിട്ടുള്ള ഒരു പുതിയ മെത്തേഡ് തുടങ്ങുന്നു.
അല്ലെങ്കിൽ കുട്ടിയുടെ ആയിട്ടുള്ള ഒരു പുതിയ മെത്തേഡ് പ്രോസസ് ചെയ്യാൻ തുടങ്ങുന്നു. എന്നിട്ട് ഓർഗനൈസസ് ഐഡിയാസ് ഇൻ ടു എ സ്ട്രക്ചേർഡ് ഹോൾ, അല്ലെങ്കിൽ ആ ഐഡിയാസ്, കുട്ടിയുടെ ഐഡിയാസ് ഒരു സ്ട്രക്ചറിലായിട്ട് മാറ്റുന്നു. പ്രൊഡ്യൂസ് ക്രിയേറ്റീവ് വർക്ക് സച്ച് ആസ് ആൻ എസ്സേ, അല്ലെങ്കിൽ ഒരു പോയം. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കുട്ടി എന്ത് പഠിച്ചു? ഒരു പാരഗ്രാഫ് പഠിച്ചു, അല്ലെങ്കിൽ ഒരു അക്ഷരം പഠിച്ചു, ഒരു വാക്ക് പഠിച്ചു. അതിനുശേഷം ഒരു പാരഗ്രാഫ് വായിക്കേണ്ടത് എങ്ങനെ പഠിച്ചു. അതിനുശേഷം കുട്ടി എന്ത് ചെയ്യുന്നു? സ്വന്തമായിട്ട് ഒരു എസ്സേ എഴുതാൻ പഠിക്കുന്ന ഭാഗത്തെത്തുമ്പോഴാണ് സിന്തസിസ് എന്നുള്ള പ്രവൃത്തി വരുന്നത് അവിടെ. ഓക്കെ, ഇനി ആറാമതായിട്ട് വരുന്നത് എന്താണ്? ഇവാലുവേഷൻ. ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ജഡ്ജ് ചെയ്യുക. ജഡ്ജ് ദ വാല്യൂ ഓഫ് ദ ക്രെഡിബിലിറ്റി ഓഫ് എ സോഴ്സ്. നമുക്ക് കിട്ടിയ ഒരു സാധനത്തിന്റെ വാല്യൂ നമ്മൾ നോക്കുക, മനസ്സിലാക്കുക. അത് നല്ല വാല്യൂ ഉള്ളതാണോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ ഒരു കവിത, അല്ലെങ്കിൽ അത് കവിത നല്ലൊരു ആശയമുള്ളതാണോ എന്ന് നമ്മൾ വാല്യൂ ചെയ്യുന്നു. ഓക്കെ, അതാണ് ഇവാലുവേഷനിൽ നടക്കുന്നത്. ഇനി ക്രിട്ടിക് ദ എഫക്റ്റീവ്നെസ് ഓഫ് സൊല്യൂഷൻ. നമ്മൾ കിട്ടിയ സൊല്യൂഷൻ, നമുക്കൊരു മാത്സ് ചെയ്തിട്ട് ഉത്തരം കിട്ടി, അല്ലെങ്കിൽ ഒരു തിയറി എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ ഒരു സാധനം പ്രൂവ് ചെയ്തിട്ട് നമുക്കൊരു ഉത്തരം കിട്ടി. അതിന്റെ എഫക്റ്റീവ്നെസ് എല്ലാ സിസ്റ്റത്തിലും വർക്ക് ആവുമെന്ന് നോക്കുക. എല്ലാ എൻവയോൺമെന്റിലും നമ്മൾ കിട്ടിയ ഉത്തരം കറക്റ്റ് ആണോ എന്ന് നോക്കുന്നത്. അതേപോലെ ഡിഫെൻഡ് എ പൊസിഷൻ വിത്ത് ലോജിക്കൽ റീസണിങ് ആൻഡ് എവിഡൻസ്. നേരത്തെ പറഞ്ഞതിൽ കുട്ടി എന്ത് ചെയ്യുന്നുള്ളൂ? പരസ്പരം നോക്കിയിട്ട് ഒരു സയന്റിസ്റ്റിന്റെ ഭാഗങ്ങളിൽ, രണ്ട് സയന്റിസ്റ്റിന്റെ ഭാഗങ്ങൾ അനലൈസ് ചെയ്യുന്നേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു? ഡിഫെൻഡ് എ പൊസിഷൻ വിത്ത് ലോജിക്കൽ റീസണിങ് ആൻഡ് എവിഡൻസ്. എന്നിട്ട് അനലൈസ് ചെയ്ത് കിട്ടിയതിൽ വെച്ചിട്ട് കുട്ടി എന്ത് ചെയ്യുന്നു? ഒരു ഭാഗത്തെ നമ്മൾ ഡിഫെൻഡ് ചെയ്യുന്നു, ഒരു പൊസിഷൻ അതിൽ ഡിഫെൻഡ് ചെയ്യാൻ തുടങ്ങുന്നു. അതേപോലെ അസസ് ദ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് ഓഫ് ആൻ ആർഗ്യുമെന്റ് മോഡൽ. ഒരു മോഡലിന്റെ സ്ട്രെങ്നെസ് വീക്ക്നെസ്സും, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെന്റിന്റെ സ്ട്രെങ്നെസ് വീക്ക്നെസ്സും കുട്ടി എന്ത് ചെയ്യുന്നു? അസസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. അവിടെയാണ് ഇവാലുവേഷൻ എന്നുള്ള സ്റ്റെപ്പ് വരുന്നത്. ഇനി ഈ 6 സ്റ്റെപ്പ് ചെയ്യുമ്പോഴേക്കും എന്താണ്? കുട്ടിയുടെ ഒരു കൊഗ്നിറ്റീവ് പൊട്ടൻഷ്യൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ഇൻക്രീസ് ചെയ്തിട്ടുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഏതൊക്കെയാണ് 6 സ്റ്റെപ്പ് വരുന്നത്? ആദ്യത്തെ വരുന്നതാണ് നമ്മളുടെ നോളേജ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. വളരെ ആദ്യത്തെ 6 സ്റ്റെപ്പ് നമ്മൾ എന്താന്ന് മനസ്സിലാക്കി വെക്കണം. എന്താണത്? ആദ്യത്തെ സ്റ്റെപ്പ് നോളേജ്. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് എന്താണ്? നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പാണ് കുട്ടി നോളേജിന് എന്ത് ചെയ്യും? കോംപ്രഹെൻഷൻ. ഓക്കെ, ആ കിട്ടിയ സാധനം കോംപ്രഹെൻഷൻ ചെയ്യും. കോംപ്രഹെൻഷൻ ചെയ്ത സാധനത്തിനെ കുട്ടി എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും, അല്ലേ? അപ്ലൈ ചെയ്യും, അപ്ലിക്കേഷൻ ചെയ്തു. അതേപോലെ ഇതിനെ എന്ത് ചെയ്തു? അനലൈസ് ചെയ്തു. നമുക്ക് കിട്ടിയ ഔട്ട്പുട്ടുകളൊക്കെ കറക്റ്റ് ആണോ? അതേപോലെ രണ്ടാളുകൾ തമ്മിലുള്ള പരസ്പര വർത്തമാനം, അതായത് രണ്ട് സയന്റിസ്റ്റുകൾ തമ്മിലുള്ള വർത്തമാനം തമ്മിൽ എന്ത് ചെയ്തു? കുട്ടി അനലൈസ് ചെയ്തു. അതേപോലെ എന്ത് ചെയ്തു? കുട്ടി പുതുതായിട്ടൊരു സാധനം ഇതിന്ന് സിന്തസിസ് ചെയ്യാൻ തുടങ്ങി. കുട്ടി എന്ത് ചെയ്തു? പുതുതായിട്ടൊരു കാര്യം സിന്തസിസ് ചെയ്യാൻ തുടങ്ങി. അതേപോലെ ലാസ്റ്റ് ഈ സാധനങ്ങൾക്കൊക്കെ ഇവാലുവേഷൻ ചെയ്യുന്നു. ഓക്കെ, ഇങ്ങനെയാണ് എന്തുണ്ടാവുന്നത്? നമ്മളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ടാവുന്നത് എന്നാണ് ആര് പറയുന്നത്? ബ്ലൂംസ് പറയുന്നത്. എന്നാൽ ഇതിൽ ചെറിയൊരു മാറ്റം വരുന്നുണ്ട് എന്ന് നമ്മളുടെ ആൻഡേഴ്സണും ക്രാത്ത്വോളും 2001 കണ്ടുപിടിക്കുകയാണ്. എന്നിട്ട് അവരെന്ത് ചെയ്തു? 2 സ്റ്റെപ്പുകൾ ഒന്ന് റിവൈസ് ചെയ്യാണ്. ഓക്കെ, അതായത് മുന്നേ ഉണ്ടായിരുന്നതിനെ നൗൺ ഫോം, നമ്മൾ നേരത്തെ വരച്ച ട്രയാങ്കിൾ ഉണ്ടല്ലോ, നേരത്തെ തൊട്ട് മുന്നേ വരച്ച ട്രയാങ്കിളിനെ, അതിനെ നൗൺ ഫോം അഥവാ ഓക്കെ ഇതിനെ നൗൺ ഫോമും ഇതിനെ വെർബ് ഫോമായിട്ടും പറയുകയാണ്. ഓക്കെ, നോൺ ഫോമായി വെർബ് ഫോമായി. നോൺ ഫോമിൽ എന്താ പറയുന്നത്? നോളജ്, കോംപ്രഹെൻഷൻ, ആപ്ലിക്കേഷൻ, അനലൈസ് ചെയ്യുന്നു, സിന്തസിസ് ചെയ്യുന്നു, ഇവാലുവേറ്റ് ചെയ്യുന്നു. എന്നാൽ ഈ 2 കാര്യങ്ങളെ കുട്ടി സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നത് ലാസ്റ്റ് ആയിട്ടും, എന്നാൽ ഇവാലുവേറ്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നിലാക്കിയിട്ടുമാണ് വരേണ്ടത് എന്ന് ആര് പറഞ്ഞു? ക്രാത്ത്വോൾ പറയുന്നു 2001. ആദ്യം കുട്ടി റിമെമ്പർ ചെയ്യുന്നു, ഇതൊക്കെ ബാക്കി ഒരേപോലെ തന്നെ. കുട്ടിയുടെ നോളജ് റീകാൾ ചെയ്യുന്നു, റിഡംഷൻ ചെയ്യുന്നു. അതേപോലെ കോംപ്രഹെൻഷൻ, അണ്ടർസ്റ്റുഡ് ചെയ്യുന്നു, കുട്ടി കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്താന്നുള്ളത്. കുട്ടി അപ്ലൈ ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്തതിനു ശേഷം കുട്ടി എന്ത് ചെയ്യാണ്? ഇവാലുവേറ്റ് ആണ് ചെയ്യുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ എന്താണ്? സിന്തസിസ് ചെയ്തു. അപ്പോൾ ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? കുട്ടി സ്വന്തമായിട്ട് ഒരു കാര്യം ക്രിയേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണ് എന്തുണ്ടാവുന്ന പറയുന്നത്. ലാസ്റ്റ് 2001 റിവൈസ്ഡ് ആയിട്ട് ബ്ലൂംസ് ടാക്സോണമിയിൽ ക്രാത്ത്വോൾ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് വെർബ് ഫോം, ഇത് നോൺ ഫോം. ഓക്കെ, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലാക്കണം. ഇനി അടുത്ത് വരുന്നതാണ് അഫക്റ്റീവ് ഡൊമൈൻ. അഫക്റ്റീവ് ഡൊമൈനിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, അഫക്റ്റീവ് ഡൊമൈനിൽ എന്താ വരുന്നത്? നമ്മളുടെ ഹേർട്ട്, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ്, ഫീലിങ്സ്, സെൻസേഷൻ ആൻഡ് വാല്യൂസ്, ഈ കാര്യങ്ങൾ റിലേറ്റ് ചെയ്തിട്ടാണ് നമ്മളുടെ അഫക്റ്റീവ് ഡൊമൈന് വർക്ക് ആവുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു ഹ്യൂമൻസ് ഹേർട്സ് ആൻഡ് ഇമോഷൻസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അതൊക്കെ. ഇനി അഫക്റ്റീവ് ഡൊമൈനിന്റെ സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? അഫക്റ്റീവ് ഡൊമൈനിന്റെ സ്റ്റെപ്പുകളാണ്
ആദ്യം വരുന്ന റിസീവിങ്, റെസ്പോണ്ടിങ്, വാല്യൂവിങ്, ഓർഗനൈസിങ്, ഇന്റേണലൈസിങ് അല്ലെങ്കിൽ ക്യാരക്ടറൈസിങ് എന്ന് നമ്മൾ പറയും. ഓക്കെ, അപ്പോ അവിടെ എന്താ ഉണ്ടാവുന്നത്? ആദ്യത്തേതാണ് എന്ത്? റിസീവിങ്. റിസീവിങ്ങിൽ എന്താ ഉണ്ടാവുന്നത്? നമ്മൾ ഒരു ക്ലാസ് കേൾക്കുകയാണ്. അപ്പൊ ക്ലാസ് കേൾക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു വില്ലിങ്നെസ് കൊടുക്കും. ടീച്ചർ ക്ലാസ് എടുക്കില്ല, നമുക്ക് ശ്രദ്ധിച്ചിരിക്കാം. അല്ലെങ്കിൽ ഒരു അവയർനെസ് ചെയ്യണം. നമ്മൾ അവയർനെസ് ഉണ്ടാവും, ഷോ അവയർനെസ്, അല്ലെങ്കിൽ ക്ലാസ് കേൾക്കുന്നു, ലിസൺ ടു എ ലെക്ചർ. ഇതൊക്കെ എന്തിലാ വരുന്നത്? നമ്മളുടെ റിസീവിങ്ങിൽ വരുന്ന കാര്യമാണ്. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻസ് പറയാൻ വെച്ചാൽ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിനെ നോട്ടീസ് ചെയ്യുന്നു. ഇതൊക്കെ എന്തിൽ വരുന്നു? നമ്മളുടെ റിസീവിങ്ങിൽ വരുന്നു. ഇനി നമ്മൾ ക്ലാസ്സിൽ നിന്ന് കേട്ടാൽ മാത്രം പോരാ. ടീച്ചർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, അല്ലെങ്കിൽ ടീച്ചർ ഡിസ്കഷനിൽ ഏർപ്പെടാൻ പറയുകയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന് റെസ്പോൺസ് കൊടുക്കുന്നു. ടീച്ചർ അല്ലേ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് പറയും? ആണോ ചോദിച്ചാൽ കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയും? അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു ആൻസർ. ഇപ്പൊ കുട്ടിയുടെ അടുത്ത് ടീച്ചർ എന്തെങ്കിലും ചോദിക്കുകയാണ്, രാവിലെ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് പറയും? ഇഡ്ലി, അല്ലെങ്കിൽ എന്ത് പറയും? ദോശ എന്നൊക്കെ പറഞ്ഞ് ഒരു റെസ്പോൺസ് തിരിച്ചു കൊടുക്കുന്നു. അപ്പൊ ഒരു മാത്സിലത്തെ ഇക്വേഷൻ പറയാണ് 1+1 എത്ര ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടി എന്ത് പറയുന്നു? 2 എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യുന്നു. ഇനി അങ്ങനെ കുട്ടിക്ക് റെസ്പോൺസിലൂടെയും റിസീവിലൂടെയും കുട്ടിക്ക് എന്ത് ചെയ്തു? കുറച്ച് നോളേജ് കിട്ടി, അല്ലേ? അപ്പൊ ഇവിടെ ഈ റെസ്പോണ്ടിങ്ങിൽ എന്ത് ശരിക്കും ഉണ്ടാവുന്നത്? കുട്ടി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുക കേട്ടോ. അതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടേം. കുട്ടി ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. ആക്റ്റീവ്ലി റെസ്പോൺസ് ആൻഡ് പാർട്ടിസിപ്പേറ്റ് ലേണർ, അല്ലേ? അപ്പൊ നമുക്കൊരു ക്ലാസ്സിൽ ഒരു വളണ്ടിയറിങ് അത് കൊടുക്കുക, അതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൊടുക്കാം. ഇനി വാല്യൂ ചെയ്യുന്നു. വാല്യൂവിങ് മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് പറയുന്നതാണ് എന്ത്? വാല്യൂവിങ്. എന്താണ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇവിടെ പറഞ്ഞ പോലെ തന്നെ പ്ലേസസ് വാല്യൂ ഓൺ ബിഹേവിയർ, ഐഡിയ, പേഴ്സൺ. നമുക്ക് കിട്ടിയ കാര്യങ്ങൾ നമ്മൾ എന്താണ്? ഇപ്പൊ നമ്മൾ ക്ലാസ്സിൽ കുറെ കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ടാവും. അപ്പോൾ അതിൽ വാല്യൂ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ടീച്ചർ പറയുന്ന സാധനങ്ങൾക്ക് വാല്യൂ കൊടുക്കുന്നു. ഷോയിങ് ബിലീഫ് ഇൻ ദ വർത്ത് ഓർ സംതിങ്, കമ്മിറ്റ്മെന്റ്സ് ടുവേർഡ്സ് ഇറ്റ്. നമുക്ക് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുകയാണ് തിരിച്ചിട്ടുള്ളത്. തിരിച്ചൊരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു ടീച്ചർക്ക് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ കുട്ടിക്ക് പഠിക്കാനുള്ള സാധനങ്ങൾ നോക്കിയിട്ട് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ ഒരു സോഷ്യൽ കൾച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നു. അതൊരു വാല്യൂസ് നമ്മൾ കൊടുക്കുന്നു, മോറൽ വാല്യൂസ് ഒക്കെ. ഒരു സോഷ്യൽ കൾച്ചറിനെ, നമ്മളൊരു ഐഡിയനെ അല്ലെങ്കിൽ ബിഹേവിയറിനെ, സിറ്റുവേഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വാല്യൂ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ വാല്യൂ കൊടുത്തതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഈ കൊടുക്കുന്ന വാല്യൂസിനെ നമ്മൾ ഓർഗനൈസ് ചെയ്യും. അപ്പോൾ നേരത്തെ കൊടുക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് ഇപ്പോ ഞാൻ പറയാണ് എന്താ, ഇപ്പൊ ക്ലാസ് റൂമിൽ ഇരിക്കേണ്ടതല്ല ഒരു നേരത്തെ പറഞ്ഞ പോലെ ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? 2 വാല്യൂ ഉള്ള ഒരു കാര്യങ്ങൾ. ആദ്യത്തേത് ഞാനൊരു ലെസ് വാല്യൂ ഉള്ളതും ഞാനൊരു ഹൈ വാല്യൂ ഉള്ളതും ആയിട്ടുള്ളൊരു കാര്യം. അതായത് ഇപ്പൊ ലെസ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ്സിൽ മിണ്ടാതെ ഇരിക്കണം എന്നുള്ളത് ഞാൻ ലെസ് വാല്യൂ ആയിട്ടുള്ള സാധനമാണ് കൊടുക്കുന്നത്. എന്നാൽ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു വയോധികനല്ല, ചില ലേഡീസിനെ നമ്മൾ സ്ത്രീ അമ്മ വരുമ്പോൾ നമ്മൾ നീച്ചു കൊടുക്കണം എന്നുള്ളത്, സീറ്റ് നീച്ചു കൊടുക്കണം എന്നുള്ളത്, അതൊരു ഹൈ വാല്യൂ പ്രയോറിറ്റി ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുട്ടി എന്ത് ചെയ്തു? ഇതിനെ ഹൈ വാല്യൂ ആയിട്ടുള്ള കാര്യമായിട്ട് മനസ്സിലാക്കി, ലെസ് വാല്യൂ ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് മനസ്സിലാക്കിയിട്ട് കുട്ടി ഓർഗനൈസ് ചെയ്ത് വെച്ചു. ഹൈ വാല്യൂ ഉള്ളതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വാല്യൂ ആയിട്ട് കൊടുത്തു, ലോ വാല്യൂ ഉള്ളതിന് കുറച്ച് ഇമ്പോർട്ടൻസ് വാല്യൂ ഉള്ളതായിട്ട് കൊടുത്തു. എന്നിട്ട് അതിനെ ഓർഗനൈസ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? വാല്യൂയിങ് സിസ്റ്റം ഇന്റേണലൈസിങ് ആൻഡ് കൺട്രോൾസ് ബിഹേവിയർ. കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഭാഗമായിട്ട്, അഥവാ ക്യാരക്ടറൈസിംഗ് എന്ന് പറയാം കേട്ടോ. ഇതിനെ ക്യാരക്ടറൈസിംഗ് എന്ന് ചില ഭാഗങ്ങളിൽ കാണാറുണ്ട്. ക്യാരക്ടറൈസിംഗ്. കുട്ടിയുടെ ക്യാരക്ടറിന്റെ ഇന്റേണൽ ബിഹേവിയറിന്റെ ഭാഗമാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്യാരക്ടറൈസേഷൻ, അല്ലെങ്കിൽ ഇന്റർണലൈസേഷൻ ഓഫ് വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് എന്തിലുണ്ടാവുന്നത്? നമ്മളുടെ അഫക്റ്റീവ് ഡൊമൈനിൽ ഉണ്ടാവുന്നത്. എന്താണ്? നമ്മൾ ആദ്യം ടീച്ചർ പറയുന്ന ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്യും? റിസീവ് ചെയ്തിട്ട്, അഥവാ ക്ലാസ്സിൽ കേട്ടിരിക്കുന്നു, കേട്ട സാധനത്തിന് നമ്മൾ എന്ത് പറയുന്നു? ഒരു മറുപടി പറയുന്നു. മറുപടി പറഞ്ഞ സാധനത്തിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ടീച്ചർ പറഞ്ഞ സാധനങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. ആ കാര്യങ്ങള് ഹൈ വാല്യൂ ഉള്ള സാധനങ്ങൾ ലോ വാല്യൂ ഉള്ള സാധനങ്ങളും ആക്കിയിട്ട് നമ്മൾ മാറ്റുന്നു. ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? ഇതിൽ വേണ്ട വാല്യൂ, ഹൈ വാല്യൂ ഉള്ള സാധനം നമ്മളുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കി മാറ്റുന്നു, അഥവാ ക്യാരക്ടറൈസേഷൻ. ഇങ്ങനെയുള്ള ഒരു 5 സ്റ്റെപ്പാണ് നമ്മളുടെ അഫക്റ്റീവ് ഡൊമൈനിലുള്ളത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, മറന്നു പോകരുത്. 5 സ്റ്റെപ്പ് നമ്മളുടെ നേരത്തെ പറഞ്ഞ പോലെ കോഗ്നിറ്റീവ് ഡൊമൈനിലുള്ള 6 സ്റ്റെപ്പ്. ഇനി
അടുത്ത വരുന്ന ഡൊമൈൻ ഏതാണ്? ഒരു സൈക്കോമോട്ടർ ഡൊമൈൻ. നമുക്ക് ഒന്നും കൂടി ഇത് ജസ്റ്റ് ഓടിച്ചു നോക്കാം. എന്താണ് റിസീവിങ് നേരത്തെ പറഞ്ഞ പോലെ വില്ലിംഗ്നെസ് ടു പേ അറ്റൻഷൻ അല്ലെങ്കിൽ ഷോ ഓഫ് അവയർനെസ്. രണ്ടാമത്തെ റെസ്പോണ്ടിങ്, തിരിച്ച് ഒരു മറുപടി കൊടുക്കുന്നു ക്വസ്റ്റ്യൻ സയൻസ് ചോദിച്ചതിന്റെ. മൂന്നാമത് വരുന്നതാണ് എന്ത്? വാല്യൂയിങ്, ഷോയിങ് ബിലീഫ് ഇൻ വർത്ത് ഓഫ് സംതിങ്, കമ്മിറ്റ്മെന്റ്സ് ടുവേർഡ്സ് ഇറ്റ്, അല്ലെങ്കിൽ നമ്മൾ ടീച്ചർ പറഞ്ഞ സാധനങ്ങൾക്ക് നമ്മൾ വാല്യൂ കൊടുക്കുന്നു. മൂന്നാമത് വരുന്നതാണ് എന്ത്? ഓർഗനൈസിങ്, കൊടുത്ത സാധനങ്ങൾക്ക് നമ്മളൊരു ഓർഗനൈസ്ഡ്, അതായത് ഹൈ വാല്യൂസിനും ലോ വാല്യൂസിനും നമ്മൾ ഡിഫറെന്റ് വാല്യൂസിനും നമ്മൾ എന്ത് ചെയ്യും? ഓർഗനൈസ് ചെയ്ത് വെക്കുന്നു. മൂന്നാമത് കഴിഞ്ഞിട്ട് അഞ്ചാമത് വരുന്നതാണ് എന്ത്? ക്യാരക്ടറൈസിങ്. ലാസ്റ്റ് വരുന്ന സ്റ്റെപ്പ് ക്യാരക്ടറൈസിങ് അല്ലെങ്കിൽ വാല്യൂ കോംപ്ലക്സ്, നമ്മളുടെ സ്വഭാവത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നു. ഇന്റർണലൈസേഷൻ വാല്യൂ ഓഫ് ഡീപ്ലി ദാറ്റ് ദേ കൺസിസ്റ്റന്റ്ലി ഇൻഫ്ലുവൻസ് ബിഹേവിയർ, നമ്മുടെ ബിഹേവിയറിന്റെ ഭാഗമാക്കി മാറ്റുന്നു, അല്ലേ? അതാണ് അഞ്ചാമത്തെ ആൻഡ് ഇമ്പോർട്ടന്റ് ആണ്. അഞ്ചാമത്തെ സ്റ്റെപ്പ് ഏതാണെന്ന് ടോപ്പ് ലെവൽ സ്റ്റെപ്പ് ഏതാണെന്നൊക്കെ ചോദിക്കും. ഇപ്പൊ ഇവിടെ ലിവ് അക്കോർഡിംഗ് ടു എത്തിക്കൽ ആൻഡ് മോറൽ പ്രിൻസിപ്പിൾസ്. ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളുടെ വാല്യൂസ് നോക്കിയിട്ട് എത്തിക്കലായിട്ട് മോറൽ പ്രിൻസിപ്പിളായിട്ട് ഉപയോഗിച്ച് നമ്മൾ ജീവിക്കുന്നു. അതെന്താണ്? നമ്മളുടെ ക്യാരക്ടറൈസിങ്ങിന്റെ ഭാഗമാണ്. ഹൈ ലെവൽ, ഏറ്റവും ടോപ്പ് ലെവൽ. ലാസ്റ്റ് വരുന്ന ഡൊമൈൻ ആണ് എന്ത്? സൈക്കോമോട്ടർ ഡൊമൈൻ. സൈക്കോമോട്ടർ ഡൊമൈൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡൊമൈൻ ആണ്. വളരെ എളുപ്പത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാവാൻ പറ്റുന്നതാണ്. അപ്പോൾ സൈക്കോമോട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്ന് മനസ്സിലാക്കണം. അതേപോലെ മസ്കുലാർ വർക്ക് അല്ലെങ്കിൽ ന്യൂറോ മസ്കുലാർ വർക്ക്, ഈ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ആലോചിച്ച് വെക്കണം. സൈക്കോമോട്ടർ ഡൊമൈൻ എന്ന് കേൾക്കുമ്പോഴേക്കും എന്താണ് വേണ്ടത്? നമ്മളുടെ മസിൽസ് അല്ലെങ്കിൽ നമ്മളുടെ ഹാൻഡ് അല്ലെങ്കിൽ നമ്മളുടെ ബോഡി എന്ന് ആലോചിച്ച് വെക്കാം. അപ്പോൾ അവിടെ എന്താ വരുന്നത്? പെർസെപ്ഷൻ, സെറ്റ്, ഗൈഡഡ് റെസ്പോൺസ്, മെക്കാനിസം, കോംപ്ലക്സ് ഫോർവേഡ് റെസ്പോൺസ്, അഡാപ്ഷൻ, ഒറിജിനേഷൻ. കേൾക്കുമ്പോൾ വളരെ പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നുമല്ല. വളരെ എളുപ്പമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 7 സ്റ്റെപ്പാണുള്ളത്. നോക്കാം. അപ്പൊ ഒന്നാമത്തെ പെർസെപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എബിലിറ്റി ടു യൂസ് സെൻസറി ക്യൂസ്, അഥവാ നമ്മളുടെ സെൻസറി മോട്ടർ ആയിട്ടുള്ള നമ്മളുടെ കൈ, അലച്ച സൈറ്റ്, ടച്ച്, ഹിയറിങ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എബിലിറ്റി ചെയ്യണം. നമുക്കിപ്പോൾ ഒരു പേന എങ്ങനെ പിടിക്കേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നു. ഓക്കെ, പേന കൊണ്ട് എങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് നമ്മൾ പഠിക്കുന്നു. അങ്ങനത്തെ പെർസെപ്ഷൻ, നമ്മൾ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ, നമ്മൾ കറക്റ്റ് പോസ്ചറിൽ എങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ ചുമ്മാ ഒരു സൗണ്ട് കേൾക്കുമ്പോഴും നമ്മളുടെ പിയാനോ എന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴും അവിടെ ഒരു ഡിഫറൻസ് ഉണ്ട്. മറ്റേത് എന്താണ്? ഒരു മ്യൂസിക്കൽ നോട്ടാണ് അവിടെ വരുന്നത്. നോർമൽ ഉള്ളത് എന്താണ്? ഒരു സൗണ്ടാണ് വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു. പിയാനോ അറിയാത്ത ഒരാൾ വായിക്കുമ്പോൾ ഉണ്ടാവുന്നു, പിയാനോ അറിയുന്ന ഒരാൾ വായിക്കുമ്പോൾ ഉണ്ടാവുന്ന സൗണ്ടിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കുന്നു. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് വരുന്നത്? ഒരു പെർസെപ്ഷൻ എന്നുള്ള സ്റ്റെപ്പിലാണ് വരുന്നത്. രണ്ടാമത് വരുന്നതാണ് എന്ത്? സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെഡിനെസ് ടു ആക്ട്, ബീയിങ് മെന്റലി അതേപോലെ ഫിസിക്കലി ഇമോഷണലി പ്രിപ്പയർഡ് ടു പെർഫോം എ ടാസ്ക്. നമ്മളൊരു ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ആയിട്ടിരിക്കുക എന്നാണ് വെച്ചാൽ പറയാം. പ്രിപ്പയർ ആൾ ടൂൾസ് ബിഫോർ സ്റ്റാർട്ടിങ് ആൻ എക്സ്പെരിമെന്റ്. അതെന്താണ്? അതിന്റെ സെറ്റിന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ പൊസിഷൻ യുവർ സെൽഫ് കറക്റ്റ്ലി ബിഫോർ പ്ലേയിങ് എ സ്പോർട്ട്. ഇപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ നമ്മൾ ബാറ്റ് പിടിക്കുന്നത്, നമ്മൾ ബാൾ വരുന്നതിന് തൊട്ട് മുന്നേ കറക്റ്റ് നമ്മളുടെ ബാറ്റിന്റെ ഗ്രിപ്പ് ശരിയാക്കും. അതേപോലെ നമ്മുടെ പോസ്ചർ ശരിയാക്കും. സ്റ്റെമ്പിന്റെ ഇടയിൽ കറക്റ്റ് അല്ല നിൽക്കുന്നതെന്ന് മനസ്സിലാക്കും. അങ്ങനെ ചെയ്യുന്നതൊക്കെ എന്താണ്? ഒരു സെറ്റാണ്. ഓക്കെ, നമ്മളൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന സാധനമാണ് എന്ത്? സെറ്റ് എന്ന് പറയുന്നത്. മെന്റലി ഫോക്കസ് ബിഫോർ പെർഫോമിങ് എ ഫിസിക്കലി ആക്ടിവിറ്റി, അതാണ് എന്ത്? സെറ്റ്. മനസ്സിലായില്ലേ? സെറ്റായിട്ട് നിൽക്കുക, അത്ര തന്നെ. അടുത്ത വരുന്നതാണ് എന്ത്? ഗൈഡഡ് റെസ്പോൺസ്. ഗൈഡഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗൈഡൻസിന്റെ അണ്ടറിൽ, ഒരു ഗൈഡിന്റെ അണ്ടറിൽ, അതായത് ടീച്ചറോ അല്ലെങ്കിൽ അച്ഛനോ ചേട്ടനോ ഫ്രണ്ട്സോ അണ്ടറിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് എന്ത്? ഗൈഡഡ് റെസ്പോൺസിൽ വരുന്നത്. ഏർലി സ്റ്റേജസ് ഓഫ് ലേണിംഗ് സ്കിൽ. അപ്പോൾ ഒരു സ്കില്ല് പഠിക്കുന്നതിന്റെ, ലേണിംഗ് എ സ്കില്ലിന്റെ ആദ്യത്തെ സ്റ്റേജിലാണ് എന്ത് വരുന്നത്? ഗൈഡഡ് റെസ്പോൺസ് വരുന്നത്. ഇപ്പോൾ പെർഫോമിംഗ് അണ്ടർ ഗൈഡൻസ് ഓർ ബൈ ഫോളോയിങ് ഇൻസ്ട്രക്ഷൻസ്. നമ്മളൊരു കാര്യം, ഇപ്പം ഗിറ്റാർ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ട്യൂട്ടോറിയൽ നോക്കിയിട്ട് ഒരു ഗൈഡിന്റെ അണ്ടറിലാണ് നമ്മൾ എന്ത് പഠിക്കുന്നത്? ഗിറ്റാർ പഠിക്കുന്നത്, അല്ലേ? അതെന്താണ്? ഗൈഡഡ് റെസ്പോൺസ് ആണ്. അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ നമ്മളുടെ അച്ഛനോ അല്ല ചേട്ടനോ ആരെങ്കിലും നമ്മളുടെ പിന്നിൽ ഇങ്ങനെ വെച്ച് നമ്മളെ തള്ളിക്കൊണ്ടുവരണം. നമ്മൾ സൈക്കിൾ ഓടിക്കാൻ ആദ്യം പഠിക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും പഠിച്ചിട്ടുണ്ടാവുന്നത്. അല്ലാണ്ട് ആദ്യം തന്നെ ചാടിപ്പോയി സൈക്കിൾ ഓടിക്കുന്ന ആരും ഉണ്ടാവില്ല, ഇല്ലല്ലോ. അപ്പോൾ എക്സാമ്പിൾസ് പറയുന്നത് എന്താ? നമ്മളുടെ അച്ഛൻ പണ്ട് അല്ലെങ്കിൽ അമ്മ ഒക്കെ നമ്മളെ പേനയിൽ കൈ പിടിച്ച് നമ്മൾക്ക് ഇങ്ങനെയാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഒരു ഗൈഡഡ് റെസ്പോൺസിന്റെ എക്സാമ്പിൾ ആണ്. അല്ലെങ്കിൽ നമ്മളുടെ ഡാൻസ് ടീച്ചർ ഓരോ സ്റ്റെപ്പും വെക്കേണ്ടത് എങ്ങനെയാന്ന് പഠിപ്പിക്കുന്നുണ്ടാവും. തക്കിയിട്ടാന്നൊക്കെ പറയുമ്പോൾ ഓരോ അർത്ഥം എന്താന്നുള്ളത് കറക്റ്റ് പഠിപ്പിക്കുന്നുണ്ടാവും. അതെന്താണ്? ഒരു ഗൈഡിന്റെ അണ്ടറിൽ എന്താണ്? ഇപ്പോൾ ഒരു കുക്കിംഗ് റെസിപ്പി നമ്മൾ നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുക്കിംഗ് റെസിപ്പി ബിരിയാണി വെക്കാൻ പഠിക്കുന്നത്, അല്ലേ? അതെന്താണ്? കുക്കിംഗ് ചാനലിലെ ഗൈഡിന്റെ അണ്ടറിലായിരിക്കും ഉണ്ടാവുന്നത്. ഇനി അടുത്ത വരുന്നതാണ് എന്ത്? ഗൈഡിങ് റെസ്പോൺസ് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ എന്താണ്? കുട്ടി
ഇപ്പൊ ഒരു പേന കൊണ്ട് എഴുതാൻ പഠിക്കുകയാണോ വിചാരിച്ചോളൂ. ഇപ്പൊ ഗൈഡ് റെസ്പോൺസിൽ എന്തായി, പേന എങ്ങനെ ആദ്യം പിടിക്കേണ്ടത് എങ്ങനെ മനസ്സിലാക്കി, ആദ്യത്തെ സ്റ്റെപ്പിൽ മനസ്സിലാക്കി, അതിലെ പെർസെപ്ഷനിൽ മനസ്സിലാക്കി. പിന്നെ സെറ്റിൽ എന്ത് ചെയ്തു, കറക്റ്റ് പോസ്റ്ററിൽ ഇരുന്ന് ഇങ്ങനെയാണ് പിടിക്കേണ്ടത് എഴുതേണ്ടത് എന്നുള്ളത് കുട്ടി മനസ്സിലാക്കി. ഇനി നമുക്ക് മൂന്നാമത് പറഞ്ഞ ഗൈഡിങ് റെസ്പോൺസിൽ അച്ഛനോ അല്ല അമ്മയോ അല്ല ചേട്ടനോ ടീച്ചറോ ആരോ കുട്ടിയെ കൊണ്ട് ഗൈഡിലൂടെ അല്ലെങ്കിൽ ഗൈഡിങ് റെസ്പോൺസിലൂടെ ഇൻസ്ട്രക്ഷൻസിലൂടെ എഴുതാൻ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ്. നാലാമത് വരുന്നതാണ് എന്ത്, മെക്കാനിസം. മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് കുറച്ച് മനസ്സിലായി എഴുതേണ്ടത് എങ്ങനെയാ, സൈക്കിൾ ഓടിക്കേണ്ടത് എങ്ങനെയാന്ന് കുറച്ച് മനസ്സിലായി. അപ്പോ ഇപ്പൊ നമ്മൾ ആദ്യം എന്താണ്, അച്ഛനും അമ്മയും നമ്മൾ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ ഒപ്പം കൈ പിടിച്ചിട്ടായിരിക്കും ഉണ്ടാവുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞ് എന്ത് ചെയ്യും, ബാക്കിൽ ജസ്റ്റ് ഒരു കൈ മാത്രം വെച്ചിട്ടായിരിക്കും സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിക്കുന്നുണ്ടാവുന്നത്. അപ്പോൾ ഒരു വിത്തൗട്ട് എ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ഇല്ലാണ്ട് ഇടയ്ക്ക് പിടിക്കുന്നു ഇടയ്ക്ക് വിടുന്നു വീണ്ടും ഇടയ്ക്ക് പിടിക്കുന്നു ഇടയ്ക്ക് വിടുന്നു അങ്ങനെയുള്ള കാര്യങ്ങൾ, ഒരു കോൺസ്റ്റന്റ് ആയിട്ട് ഹെൽപ്പ് ഉണ്ടാവാണ്ടേ കുട്ടിയുടെ കോൺഫിഡൻസ് കുറേശ്ശെ കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു എറേഴ്സ് കുറഞ്ഞ സമയത്ത് ടാസ്ക് പെർഫോം ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, മെക്കാനിസം എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നടക്കുന്നത്. ഒരു കീബോർഡിൽ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം കുട്ടി പഠിക്കുമ്പോൾ എ ഏതാണ് എസ് ഏതാണെന്ന് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അത് മെല്ലെ മെല്ലെ ആയിരിക്കും. പിന്നെ കുട്ടിക്ക് എററൊന്നും ഇല്ലാണ്ട് കുറേശ്ശെ സ്പീഡിലും അക്യുറസിയിലും പഠിക്കാൻ തുടങ്ങുന്ന ഭാഗത്താണ് എന്ത് വരുന്നത്, മെക്കാനിസം എന്ന് പറയുന്നത്. ഇപ്പൊ സ്വിമ്മിങ് പഠിപ്പിക്കാൻ വിചാരിച്ചോളൂ. കുട്ടിക്ക് ആദ്യം എന്താ അറിയില്ല, നീന്താൻ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പൊ കുട്ടി ഇങ്ങനെ കുറേശ്ശെ കാലിട്ടടിച്ച് അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ട്രെയിനറോ പഠിപ്പിച്ചു കൊടുക്കുന്നു. കാലിട്ടടിക്കേണ്ടത് ഇങ്ങനെയാണ് സ്ട്രോക്ക് ചെയ്യേണ്ടതെന്ന് പഠിപ്പിക്കുന്നു. അങ്ങനെ കുറച്ച് സ്ട്രോക്കിലൂടെ കുട്ടി കുറച്ച് ദൂരം മുന്നിലേക്ക് പോകുന്നു, പിന്നെ വീണ്ടും വീഴുന്നു. അങ്ങനെ കുറച്ച് കണ്ടിന്യൂസ് ഹെൽപ്പ് ഇല്ലാണ്ട് കുറച്ച് ദൂരം മാത്രം നീങ്ങുന്നതിനെയാണ് എന്ത് പറയുന്നത്, നമ്മളുടെ മെക്കാനിസം എന്ന് പറയുന്നത്. കുട്ടിക്ക് അതിന്റെ മെക്കാനിസം മനസ്സിലായി എന്ന് മനസ്സിലാക്കാം. ഇനി അഞ്ചാമത് വരുന്നതാണ് കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ്. കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ് ഒന്നുമില്ല, സ്കിൽഫുൾ പെർഫോമൻസ്. കുട്ടി എന്ത് ചെയ്തു, സൈക്കിൾ ഓടിക്കാൻ കറക്റ്റ് പഠിച്ചു. മനസ്സിലായില്ലേ? കുട്ടി അച്ഛൻ്റെ അമ്മയുടെയും കൈ പിടിക്കണ്ട, അല്ലാണ്ട് തന്നെ ഞാൻ എഴുതിക്കോളാം എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഗിറ്റാർ ഇനി ട്യൂട്ടോറിയൽ കാണണ്ട, ഞാൻ സ്വന്തമായിട്ട് പഠിച്ചു, നോട്ട്സ് എല്ലാം എനിക്ക് മനസ്സിലായി. അതാണ് എന്ത്, കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസിൽ വരുന്നത് അഞ്ചാമത്തെ സ്റ്റെപ്പ്. സ്കിൽഫുൾ പെർഫോമൻസ് ഓഫ് കോംപ്ലക്സ് ആക്ഷൻ സ്മൂത്ത്ലി ആൻഡ് എഫിഷ്യൻ്റ്ലി. സ്മൂത്ത്ലിയുമായിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും എന്താവുകയാണ്, കുട്ടിക്ക് കാര്യം ചെയ്യാൻ പഠിക്കുകയാണ്. അതാണ് എന്ത്, കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ്. പെർഫോം അഡ്വാൻസ്ഡ് ജിംനാസ്റ്റിക് മൂവ്സ്, അല്ലെങ്കിൽ കറക്റ്റ് സ്ട്രോക്കോടെ ഒരു കുട്ടി നീന്താൻ പഠിക്കുന്നു. ഒരു സയൻസ് എക്സ്പെരിമെന്റ് കുട്ടി സ്വന്തമായിട്ട് ചെയ്തു നോക്കുന്നു. ഇതൊക്കെ എന്താണ്, നമ്മളുടെ കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസിൽ വരുന്നതാണ്. ഓക്കെ, അടുത്ത് വരുന്നതാണ് എന്ത്, അഡാപ്ഷൻ. അഡാപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, കുട്ടി കാര്യങ്ങൾ പഠിച്ചു, പേന കൊണ്ട് എഴുതേണ്ടത് എങ്ങനെയാണെന്നൊക്കെ പഠിച്ച് കുട്ടിക്ക് എന്ത് മനസ്സിലായി, കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ വെറുതെ എഴുതിയാൽ പോരാ, വൃത്തിക്ക് എഴുതാൻ കാലിഗ്രഫി പഠിക്കാം. അപ്പോൾ കുട്ടിയുടെ സ്കിൽസ് എന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ മോഡിഫൈ ചെയ്ത് പുതിയ സിറ്റുവേഷനിൽ റിക്വയർമെന്റ്സിലോട്ട് എത്തിക്കുകയാണ്. സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ എന്താണ്, ആദ്യം നമ്മൾ രണ്ട് ചക്രം വെച്ചിട്ടായിരിക്കും പഠിക്കുന്നുണ്ടാവുക. പിന്നെ 2 ചക്രം അഴിച്ചു പഠിച്ചു. പിന്നെ കുട്ടിക്ക് എന്ത് മനസ്സിലായി, ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു സൈക്കിള് ഒറ്റ ചക്രം പൊക്കിയിട്ടും സൈക്കിൾ ഓടിക്കാം, വീല് ചെയ്ത് പഠിക്കാനുള്ള കുട്ടിയുടെ കഴിവ് കൂടിയപ്പോൾ അങ്ങനെ എന്ത് ചെയ്തു, മോഡിഫൈ ചെയ്യണം അവന്റെ സൈക്കിൾ ഓടിക്കാനുള്ള സ്കില്ല്. അല്ലെങ്കിൽ ഒരു ഡാൻസ്, കുട്ടിക്ക് വേറൊരു മ്യൂസിക് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസിക്കൽ ഡാൻസ് ഇപ്പോൾ കുറെ പേര് എങ്ങനെ ചെയ്തിട്ടുണ്ട്, മോഡിഫൈ ചെയ്തിട്ട് റോക്ക് മ്യൂസിക് വെച്ച് ക്ലാസിക്കൽ ഡാൻസ് കളിക്കുന്നതാണ്. അതെന്താണ്, ഒരു അഡാപ്ഷൻ ആണ്. അല്ലെങ്കിൽ നമുക്ക് എന്താണ്, ഒരു സ്പോർട്സ് ടെക്നിക്സ്, അത് നമുക്ക് ഡിഫറെന്റ് പ്ലേയിങ് കണ്ടീഷൻസിൽ അഡാപ്റ്റ് ചെയ്യുന്നു. പുതിയൊരു ടെക്നിക്കിലൂടെ നമുക്ക് ക്രിക്കറ്റ് കളിക്കുക, നമ്മളുടെ സ്വന്തമായിട്ടൊരു ഷോട്ട് വികസിപ്പിച്ചെടുക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെങ്കിൽ വേറൊരു ധോണിയുടെ ഇപ്പോൾ ഹെലികോപ്റ്റർ ഷോട്ട് ഞാൻ അടിക്കാൻ പഠിക്കുകയാണ്, അതെന്താണ്, ഒരു അഡാപ്ഷൻ ആണ്. ഓക്കെ, അപ്പൊ എന്താണ്, മോഡിഫൈഡ് ടൂൾസ് ഓർ മെത്തേഡ്സ് ടു പെർഫോം എ ടാസ്ക് മോർ എഫിഷ്യൻ്റ്ലി, കൂടുതൽ എഫിഷ്യൻ്റ് ആയിട്ട് പഠിക്കുന്നതിനാണ് എന്തിൽ വരുന്നത്, അഡാപ്ഷനിൽ വരുന്നത്. ലാസ്റ്റ് സ്റ്റെപ്പ് ആണ് എന്ത്, ഒറിജിനേഷൻ. ഒറിജിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട്, ധോണിക്ക് എന്തുണ്ട്, സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ ഷോട്ട് ഉണ്ട്. അതേപോലെ സച്ചിൻ എന്തുണ്ട്, സച്ചിന്റെ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ ഷോട്ട് ഉണ്ട്. അതേപോലെ എനിക്കും ഒരു സിഗ്നേച്ചർ ഷോട്ട് വേണമെന്ന് പറഞ്ഞ് അവൻ സ്വന്തമായിട്ട് ഒരു സിഗ്നേച്ചർ ഷോട്ട് ക്രിയേറ്റ് ചെയ്യാണ്. അല്ലെങ്കിൽ എൻ്റെ സ്വന്തമായിട്ട് ഞാൻ ഒരു കവിത എഴുതുന്നത്, അതൊക്കെ എന്താണ്, ഒരു ഒറിജിനേഷന്റെ ഭാഗമായിട്ടാണ്. സ്വന്തമായിട്ടൊരു പാട്ട് എഴുതുന്നത്, അല്ലെങ്കിൽ കൊറിയോഗ്രാഫി ചെയ്യുന്നത്, പുതിയൊരു ഗെയിമിങ് നമ്മൾ സ്വന്തമായിട്ട് ഒരു ക്രിക്കറ്റിനെ പോലെ അല്ലെങ്കിൽ വേറൊരു ഗെയിം ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ എന്താണ്, ഒരു ഒറിജിനേഷന്റെ സ്റ്റെപ്പിലോട്ട് ഭാഗം. ഇതാണ് എന്ത്, ഡിസൈനിങ് ആൻഡ് പെർഫോം എ യൂണീക് സയന്റിഫിക് എക്സ്പെരിമെന്റ് സെറ്റപ്പ്. സ്വന്തമായിട്ടൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അതെന്താണ്, ഒറിജിനേഷന്റെ ഭാഗമാണ്. ഇതൊക്കെയാണ് എന്ത്, 7ാമത്തെ സ്റ്റെപ്പിൽ വരുന്നത്. അങ്ങനെ 7 സ്റ്റെപ്പിലൂടെ നമ്മൾ എന്ത് പഠിച്ചു, കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് പഠിച്ചു അല്ലേ. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പോൾ ഏതായിരുന്നു, ആദ്യത്തെ സ്റ്റെപ്പ് പെർസെപ്ഷൻ. പെർസെപ്ഷൻ കഴിഞ്ഞിട്ട് വരുന്നതാണ് എന്ത്, ഗൈഡഡ് റെസ്പോൺസ്. അത് കഴിഞ്ഞ് വരുന്നതാണ് എന്ത്, മെക്കാനിസം. അതുപോലെ കഴിഞ്ഞ് വരുന്നതാണ് കോംപ്ലക്സ് ഓവേർട്ട് റെസ്പോൺസ്, അഡാപ്ഷൻ ആൻഡ് ലാസ്റ്റ് ഒറിജിനൈസേഷൻ. ഈ 7 സ്റ്റെപ്പ്. ബ്ലൂംസ് ടാക്സോണമി 3 തരത്തിലാണ്, 3 ഡൊമൈനിലാണുള്ളത്. കൊഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, സൈക്കോമോട്ടർ ഡൊമൈൻ. കൊഗ്നിറ്റീവ് ഡൊമൈനിൽ 6 സ്റ്റെപ്പ്,
അതേപോലെ തന്നെ അഫക്റ്റീവ് ഡൊമൈനിലുള്ള 6 സ്റ്റെപ്പ്, അതേപോലെ സൈക്കോമോട്ടർ ഡൊമൈനിലുള്ള ഈ 7 സ്റ്റെപ്പ്, ഇത്രയും കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സൈക്കോമോട്ടർ ഡൊമൈന് സിംസൺ 1966 വികസിപ്പിച്ചെടുത്തത്. ഇത്രയും കാര്യങ്ങൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. UGC നെറ്റിൽ എന്തായാലും വരുന്നതാണ്. ആദ്യത്തെ പാർട്ട് ഇവിടെ കഴിയാണ്. രണ്ടാമത്തെ പാർട്ടായിട്ട് വരാം.